വേഗത്തിൽ വേദപുസ്തകം തുറക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം വായിച്ചു കേൾക്കാം. വേദപുസ്തകമുള്ള എല്ലാവരും തുറന്ന് പുതിയ നിയമത്തിൽ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയ സഹോദരി വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ആത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. മതി. ഹല്ലേലൂയ. നമ്മൾ ഈ വായിച്ച വാക്യം ഇതിനകത്ത് ഗ്രഹിക്കാൻ പ്രയാസമുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം, അതിൻ്റെ ആഴങ്ങളിലോട്ടൊന്നും പോകാതെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഹല്ലേലൂയ നമ്മുടെ ഈ ദിവസങ്ങളിൽ ആവശ്യമായതുകൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട ചില കാര്യങ്ങൾ ഇന്നലെയും ഇന്നും ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഈ സമയത്തുള്ള അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് മുഖാന്തരമാകേണ്ട വചനങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മുൻവിധികൾ ഉണ്ടാകരുത്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ നമ്മിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഓരോ വചനവും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ വെറുത്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മെ ഹല്ലേലൂയ നമ്മുടെ കുറവുകളൊക്കെ ഉണർത്തുന്നത് വെറുത്തത് കൊണ്ടും നമ്മെ പുറത്താക്കാനല്ല ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്, നമ്മെ ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാ. പക്ഷെ പിശാച് നമ്മെ അത് ഹല്ലേലൂയ അതിനെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ച് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. അതാ ഇന്ന് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയട്ടെ, ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് അതിനകത്ത് ദൈവം പകരുന്ന സകല വിടുതലുകളും അനുഭവിക്കണം. ഹല്ലേലൂയ. എല്ലാ തടസ്സത്തെയും മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയമാണ്. സ്തോത്രം. ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ അകത്ത് ഒരു ഹല്ലേലൂയ മുന്നറിയിപ്പാണ് ആ വാക്യം. ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിനുള്ളവയോ എന്ന് ശോധന ചെയ്യണം. അത് സഭയുടെ ഒരു ദൗത്യമാണ്. ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. കള്ളപ്രവാചകന്മാരെന്ന് പറയാൻ എളുപ്പമാണ്. ഞാൻ അധികം ഹല്ലേലൂയ ഈ വിഷയങ്ങൾ സംസാരിക്കാത്തത് നമ്മുടെ നാവ് കൊണ്ട് പോലും നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെ ഒരു വാക്ക് വരാൻ പാടില്ല. അപ്പൊ ദൈവസഭ അത് കൃത്യതയോടെ അറിഞ്ഞിരിക്കണം. നമ്മൾ വെറുതെ കയറി അറിവില്ലാതെ ഒന്നും സംസാരിക്കരുത്. പക്ഷെ ഈ ഗൗരവമുള്ള വിഷയം നിങ്ങൾ ദൈവസഭയിൽ ആരാധിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ന് വന്നവരുണ്ട്, ഈ അടുത്ത് വന്ന് രക്ഷയുടെ അനുഭവത്തിൽ മാത്രം എത്തിയവരുണ്ട്. അവരൊക്കെ ഹല്ലേലൂയ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? പക്ഷെ കുറച്ചുപേരെങ്കിലും ഇത് ഗ്രഹിക്കണം. സ്തോത്രം. ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ ഏത് ആത്മാവിനെ വിശ്വസിക്കരുത്. അപ്പൊ ഹല്ലേലൂയ ആത്മാക്കൾ എന്ന് പറയുമ്പോൾ അതിന്റെ ആഴം നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ഒരുപാട് ആത്മാക്കളുണ്ടോ? ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ ഇത് സഭയോട് പറയുന്നതാ, പുറത്തുള്ള കാര്യമല്ല. രക്ഷിക്കപ്പെട്ട ദൈവജനത്തോട് ഹല്ലേലൂയ കർത്താവിനെ അറിയുന്ന ദൈവജനത്തോടാ പറയുന്നത്. നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിക്കണം, സഭ ശ്രദ്ധിക്കണം, സഭ തിരിച്ചറിയണം. കേവലം പരിശുദ്ധാത്മാവിനെ മാത്രം അറിഞ്ഞിരിക്കരുത്. സ്തോത്രം. ആത്മാക്കളെ കുറിച്ച് നമ്മൾ അറിയണം. അതാ അതിന്റെ അകത്തുള്ള വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തുടർന്ന് അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ആഴ്ച ഈ 1 യോഹന്നാന്റെ ലേഖനം തീർത്തും ധ്യാനത്തോടെ നിങ്ങൾ വായിച്ചാൽ അനുഗ്രഹമായിരിക്കും. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി തർക്കങ്ങൾ. ഞാൻ അതിനെ തർക്കിച്ച് അതൊന്നുമല്ല. നമ്മൾ പ്രാപിച്ച അഭിഷേകം ശരിക്കുള്ള അഭിഷേകമാണോ അത് നമ്മൾ തിരിച്ചറിയുക. ആ ആത്മബലത്തിൽ നമുക്ക് മുമ്പിലേക്ക് പോകണം. അതിന് കൺഫ്യൂഷൻ ഇല്ലാതെ ദൈവ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം എന്നുള്ളതാണ് ഹല്ലേലൂയ ഈ സന്ദേശത്തിന്റെ അകത്ത് ഞാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഇത് വാഗ്ദത്തത്തിന്റെ സമയമെന്ന് പറഞ്ഞതുകൊണ്ട് ഏറ്റവും അസാധാരണമായി നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്. സ്തോത്രം. ആർക്കും പിടിച്ച് കെട്ടാൻ പറ്റാത്തതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ആലയത്തിൽ വെളിപ്പെടുന്ന ഒരു സമയമാണ് അത് സംഭവിക്കും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. പരിധിയിൽ നിന്ന് അപ്പുറമായി ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ ദൈവസഭ തിരിച്ചറിയണം. നിങ്ങൾ ഹല്ലേലൂയ ഇവിടെ ഞായറാഴ്ച വന്ന് ദൈവത്തെ ആരാധിക്കുന്നു, ജീവിക്കുന്നത് പുറത്താണ്. നമ്മുടെ ഹല്ലേലൂയ ഭവനത്തിന്റെ അകത്ത് നമുക്ക് ഒത്തിരി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈവിരലിൽ ഒത്തിരി സന്ദേശങ്ങൾ, പല പഠിപ്പിക്കലുകൾ. ഞാൻ തന്നെ കൺഫ്യൂഷനായി പോകുന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. പക്ഷേ ഈ ഒരു ഗൗരവം ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ആത്മാക്കളെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത്. അത്
ദൈവത്തിൽ നിന്നാണോ എന്ന് നമ്മൾ ശോധന ചെയ്യാൻ നമുക്ക് കഴിയണം. സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജയജീവിതം നയിക്കാൻ പറ്റൂ. ഗൗരവം എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുള്ള കാര്യമല്ല, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കുറിയടിച്ച് മറ്റു പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് വന്ന് നമ്മൾ അപ്പോൾ ഇത് പിശാച് പെട്ടെന്ന് മനസ്സിലാകും. ആ വേറെ വേഷത്തിൽ വന്നാൽ ഇതങ്ങനെയല്ല, എന്നെ പോലെയാണ് ക്ലീൻ ഷേവായിട്ട് ആ സഭയ്ക്കകത്ത് അങ്ങനെ വരും. സ്തോത്രം. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഭയങ്കര അത്ഭുതം, അയ്യോ പുള്ളി കൈ നീട്ടിയാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും. സ്തോത്രം. അത്ഭുതങ്ങളൊക്കെ നല്ലതാ, കർത്താവ് ഇവിടെ ചെയ്യുന്നതോർത്ത് ഇവിടെയും അസാധാരണമായി ചെയ്യുന്നു. പക്ഷെ അത് അത്ഭുതം നടക്കുന്നതൊക്കെ അങ്ങനെയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശോധന ചെയ്യണം. ഇതിനകത്തൊരു പ്രശ്നം എന്നാണെന്നറിയാമോ? പണ്ടാരോ പറഞ്ഞതുപോലെ ഈ കുരുടന്മാർ ആനയെ കണ്ടതുപോലെ പല പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് അറിവ്. കുരുടൻ ആനയെ കണ്ടോല്ലോ, നമുക്കറിയാം. എങ്ങനെയാ കുറച്ച് കുരുടന്മാർ ആനയെ കാണാൻ പോയപ്പോൾ ഒരുത്തൻ തപ്പി നോക്കിയിട്ട് പറഞ്ഞു ആന തൂണ് പോലെയായിരിക്കുന്നതെന്ന് പറഞ്ഞു. കാലേ തപ്പിയവൻ പറഞ്ഞു ആന തൂണ് പോലെയായിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. ചെവിയെ തപ്പിയവൻ പറഞ്ഞു ആന മുറം പോലെയായിരിക്കുന്നതെന്ന് പറഞ്ഞു. വാലയെ പിടിച്ചവൻ പറഞ്ഞു ആന ചൂല് പോലെയായിരിക്കുന്നതെന്ന് പറഞ്ഞു. തുമ്പിക്കയ്യെ പിടിച്ചവൻ പറഞ്ഞു ആന ഒലക്ക പോലെയായിരിക്കുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. ഇവരെല്ലാം പറഞ്ഞത് അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. കുരുടന്മാർ തപ്പി നോക്കി ഇതുപോലെയാ. സ്തോത്രം. നമ്മൾ ഗ്രഹിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ധാരണകൾ, ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, ദൈവവചനത്തെ കൂടാതെ ഗ്രഹിച്ചത് അത് എവിടെ നിന്ന് ആരിൽ നിന്ന് ഗ്രഹിച്ചാലും തിരുവഴുത്തിൽ കൂടെ അത് ക്ലിയർ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നന്നാവത്തില്ല. നമ്മുടെ ധാരണകളെ ദൈവവചനത്തിന് വിട്ടുകൊടുക്കണം. നമ്മുടെ അറിവുകളെ ദൈവവചനത്തിന് വിട്ടുകൊടുക്കണം. ആത്മീകമായി മൂല്യച്യുതിക്ക് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വരുമ്പം കുറെ അറിവുകൾ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാനതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കൊരു ധാരണയുണ്ട്, അതിൻ്റെ അപ്പുറത്തുള്ളതൊന്നും നമ്മൾ അംഗീകരിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഇനി ദുരാത്മാവെന്ന് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കത്തില്ല. അതൊന്നുമല്ല, ഭയങ്കര സംഭവം എന്ന് നമ്മൾ പറയും. ആ മനോഭാവം നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനോ ദൈവശക്തി ഏറ്റെടുക്കാനോ ആത്മാവിൽ വളരാനോ പറ്റത്തില്ല. പിശാചി നമ്മെ വഞ്ചിക്കും. അവന്റെ ഉദ്ദേശം തന്നെ വഞ്ചിക്കുക എന്നുള്ളത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നത്തെ ഇരിപ്പ് നല്ല സന്തോഷമായിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അങ്ങ് വേറെ റേഞ്ച്, ഇന്ന് നമ്മൾ ശാന്തമായിട്ട് കൊള്ളാം. ഹല്ലേലൂയ. പക്ഷേ നിങ്ങളുടെ അകത്തത് വീഴണം. ഹല്ലേലൂയ. നമുക്ക് വേഗത്തിൽ ഹല്ലേലൂയ മുമ്പിലേക്ക് വരണം. ഏത് ആത്മാവിനെയും ഹല്ലേലൂയ വിശ്വസിക്കരുത് എന്നത് ഹല്ലേലൂയ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ സാധാരണ പറയും, നല്ല കോട്ടൺ ടൈ ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് വന്നെന്ന് പറഞ്ഞ് സ്തോത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു അന്തരീക്ഷമൊക്കെ കണ്ടല്ല, ആത്മാവിനെ വിവേചിക്കാൻ നമുക്ക് പറ്റണം. ഹല്ലേലൂയ. ആത്മാവിനെ വിവേചിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴുകി നടന്നു പോകും. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെ വേഗത്തിൽ വായിച്ച്. റോമാലേഖനം 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. മതി. ഹല്ലേലൂയ. അത് തന്നെ നമുക്ക് ഇന്ന് പകൽ പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ്. പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ആഴങ്ങളിലോട്ടൊന്നും പോകാതെ അവിടെ ഒന്നാമത് പറഞ്ഞു ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ സഭയ്ക്കൊക്കെ ചിരിക്കുന്ന ഹല്ലേലൂയ ആരായാലും ഇന്ന് പകൽക്കാലം നിങ്ങൾ സ്വയശോധന ചെയ്യണം. നിങ്ങളെ ആത്മാവ് നടത്തുന്നുണ്ടോ? അതിനകത്ത് വേറെ വിശദീകരണമൊന്നും വേണ്ട. നിങ്ങളെ പരിശുദ്ധാത്മാവ് നടത്തുന്നുണ്ടോ? പരിശുദ്ധാത്മാവാണോ നടത്തുന്നത്? നിങ്ങളുടെ സ്വയമാണോ? നിങ്ങളുടെ ഇമോഷൻസ് ആണോ? മറ്റുള്ളവരാണോ? അത് നിങ്ങൾ ശോധന ചെയ്യുക. ദൈവാത്മാവ് നടത്തുന്നെങ്കിൽ അവൻ ദൈവ പൈതലാണ്. അതിനകത്ത് ആരും നമ്മളെ ഉറപ്പിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. അടുത്ത ഹല്ലേലൂയ താഴോട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ പല വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്നെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്. ആ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. നിങ്ങൾക്ക് വാഗ്ദത്തം നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. ദൈവിക നന്മകൾക്ക് നിങ്ങൾ കൂട്ടവകാശികളാണ്. ദൈവത്തിന്റെ മക്കളെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നവരെങ്കിൽ. എനിക്കറിയാം കരമടിയൊന്നും കിട്ടത്തില്ല, പക്ഷെ ഉറങ്ങരുത്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. നല്ല പഠിക്കാനുള്ള ഒരു മനസ്സോടെ ഇന്ന് പകലിരുന്ന് കേൾക്കണം. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ നമ്മൾ അവകാശികളാണ് എന്ന് പറഞ്ഞിട്ട്, മക്കളെങ്കിൽ അവകാശികളാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തോടു കൂടെ കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം ഒരുമിച്ചാണ് കിടക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും സന്ദേശം കേൾക്കുമ്പോൾ ഇതിന് വിപരീതമായി വന്നാൽ മനസ്സിലാക്കണം. ഇതിന് ചിലരൊക്കെ പറയുന്നതിനകത്ത് ഞാൻ ഈ പറയുന്നത് നമ്മളെപ്പോഴും, ഇന്നലെ ഞാൻ അനുഗ്രഹത്തെ കുറിച്ച് പ്രസംഗിച്ചു. ഇന്ന് പറ്റുമെങ്കിൽ അതിന്റെ അകത്ത് ഒന്ന് കയറും. സ്തോത്രം. അനുഗ്രഹം അനുഭവിക്കാൻ തന്നെയാണ് നമ്മളെ വിളിച്ചത്. നമ്മൾ ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ കഷ്ടതകളും ശോധനകളും വേദനകളൊന്നും ഹല്ലേലൂയ തൊടാതെ വല്ലാതൊരു ഉപരിപ്ലവമായി നമ്മെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ കണ്ണടച്ച് ഹല്ലേലൂയ വിശ്വസിച്ചുകൊണ്ട് അത് പരിശുദ്ധാത്മാവല്ല.
ആമേൻ. സ്തോത്രം. ദുരാത്മാവെന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനൊക്കെ വേറെ ഉദ്ദേശങ്ങൾ കാണും. സ്തോത്രം. പക്ഷേ നമുക്ക് നമ്മൾ തേജസ്കരിക്കപ്പെടേണ്ടതിന് കഷ്ടം അനുഭവിക്കണമെന്ന് ദൈവാത്മാവ് നടത്തുന്നവനെ കുറിച്ച്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം തിരിച്ചറിയുക. ജീവിതത്തിലെ ശോധനകൾ വരുമ്പോൾ ഇടറിപ്പോകരുത്. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെയൊന്നും ചോദ്യം വരരുത്. അത് നമ്മളെ ഹല്ലേലൂയ ഒട്ടും സംശയത്തിലേക്ക് ഇടാതെ നമ്മൾ ഹല്ലേലൂയ ധൈര്യത്തോടെ നമ്മൾ നിൽക്കണം. അതിൻ്റെ ഇടയിൽ ഹല്ലേലൂയ വളരെ ഗൗരവത്തോടെ ആമേൻ സ്തോത്രം ആമേൻ ആ വചനത്തിൽ കാണുന്നത്, നിങ്ങൾ ഹല്ലേലൂയ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാ പ്രാപിച്ചത്. ഒന്ന് ദാസ്യത്തിന്റെ ആത്മാവ്, രണ്ട് ഹല്ലേലൂയ പുത്രത്വത്തിന്റെ ആത്മാവ്, ധൈര്യത്തിന്റെ ആമേൻ സ്തോത്രം ആത്മാവ്. ഞാൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. പരിശുദ്ധ ആത്മാവ് അകത്തുള്ളവൻ ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ അത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് കൈയടിക്കുന്നവർ ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ അതൊരിക്കലും ഹല്ലേലൂയ പരിശുദ്ധാത്മാവല്ല. നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ആമേൻ നമുക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം തന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. ഞാൻ ഈ പറയുന്നത് നമ്മളൊന്ന് സ്വയശോധന ചെയ്ത് നമ്മൾ ഹല്ലേലൂയ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം എന്തെന്നറിഞ്ഞ് ആത്മാവിൽ കരുത്തോടെ കർത്താവിനായി നിൽക്കാൻ പറ്റണം. നാം പ്രാപിച്ച അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്, അവരിരിക്കരുത്. നമ്മൾ ഒത്തിരി ഉപവാസങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ചതാണ്. ഇനിയും ഹല്ലേലൂയ അതിൽ വളർന്നു വരണം. അഭിഷേകം ഹല്ലേലൂയ ശക്തമായിട്ട് ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മൾ പ്രാപിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ട് പ്രയോഗം അപ്പോസ്തലൻ അവിടെ എഴുതിയത്. ആമേൻ സ്തോത്രം. ദാസ്യത്തിന്റെ ആത്മാവും പുത്രത്വത്തിന്റെ ആത്മാവും. നിങ്ങളുടെ അകത്തേത് ആത്മാവ് ക്രിയ ചെയ്യുന്നത്? ശോധന ചെയ്യണം. ഏത് ആത്മാവിന്റെ അധീനതയിലാണ് നമ്മൾ ജീവിക്കുന്നത്? അതോ രണ്ടും കൂടെ നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുന്നുണ്ടോ? വലിയ ഒരു വിഷയമാണ്. സ്തോത്രം. ഞാൻ അധികം അവിടെ നിൽക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഹല്ലേലൂയ ഒന്ന് സ്വയശോധന ചെയ്യണം. വ്യക്തിപരമായി ശോധന ചെയ്യേണ്ട ആമേൻ ആവശ്യമാണ്. ഭയമുണ്ടാക്കുന്ന, നിരാശയുണ്ടാക്കുന്ന, ഡിപ്രഷനിലാക്കുന്ന, വലിയ പ്രതിസന്ധികളിൽ തളർത്തിക്കളയുന്നത് പരിശുദ്ധാത്മാവല്ല. സ്തോത്രം. നന്നായി കൈയടിക്കുന്നുണ്ട്, തുള്ളിച്ചാടി ആരാധിക്കുന്നുണ്ട്, വചനം ഗ്രഹിക്കുന്നുണ്ട്, മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഏതോ പ്രതിസന്ധിയും വേദനയും വരുമ്പോൾ, ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ നീ നിരാശയ്ക്ക് അടിമപ്പെടുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും നിന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകത്തില്ല. നമ്മൾ സ്വയശോധന ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്കറിയാം ഹല്ലേലൂയ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. എനിക്ക് നന്നായിട്ടറിയാം. പ്രസംഗിക്കുന്ന ഞാൻ അഭിഷേകത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശുശ്രൂഷയിൽ ധൈര്യത്തോടെ നിൽക്കുന്ന, സാത്താനെ എതിർത്ത് പരാജയപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന എൻ്റെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ആരോ ഒന്ന് ആമേൻ കളിയാക്കുമ്പോൾ ഞാൻ നിരാശയിലായി പോകുന്നെങ്കിൽ അത് ഹല്ലേലൂയ എന്താ അങ്ങനെ പറഞ്ഞ പാസ്റ്ററെ? നന്നായിട്ട് ഹല്ലേലൂയ ചിലരെ ഒന്ന് കളിയാക്കിയാൽ അവർ നിരാശയിലായി പോകും. ജനിച്ച ജീവിത സാഹചര്യം, വളരുന്ന സാഹചര്യം, അതൊക്കെ ഹല്ലേലൂയ നമ്മെ നിരാശയ്ക്ക് അടിമപ്പെടുത്തും. നിരാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിത് എന്തിനാ പറയുന്നത്? നിങ്ങളുടെ അകത്ത് ശക്തമായി പരിശുദ്ധാത്മാവ് ചലിക്കണം. ആമേൻ സ്തോത്രം. നിരാശപ്പെടുത്തുന്ന, തളർത്തുന്ന, ആമേൻ സ്തോത്രം ദൈവസ്ഥലിൽ നമ്മൾ അകറ്റിക്കളയുന്ന ആമേൻ അനുഭവങ്ങൾ നമുക്കുണ്ടാകരുത്. ആമേൻ. തീർത്തും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കണം. ഒത്തിരി ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മൾ ആത്മാവിൽ ആരാധിക്കുകയും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഹല്ലേലൂയ നമ്മൾ തകരുകയും ചെയ്യുന്നെങ്കിൽ പരിശുദ്ധാത്മാവല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആത്മശക്തി പ്രാപിച്ചു എന്ന് പറയുന്നവര് ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഒത്തിരി ഉണ്ട്. ഇപ്പോ നിരാശ കയറി കുടുംബങ്ങൾ തകർന്നു കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ആമേൻ. നമ്മൾ ഹല്ലേലൂയ ആത്മസാന്നിധ്യത്തില് നമുക്ക് ഹല്ലേലൂയ ജീവിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും, ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഒരുപാട് ഹല്ലേലൂയ ആത്മ സാന്നിധ്യത്തിൽ, ആത്മബലത്തിൽ ശക്തിയോടെ നിൽക്കുന്നു എന്ന് പറയുന്നവർ വീണ് തകർന്നു കിടക്കുന്നത് കാണുമ്പോൾ വലിയൊരു ചോദ്യമല്ലേ അത്? എന്താ പരിശുദ്ധ ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെയാണോ? നമ്മെ ബലപ്പെടുത്താൻ പറ്റാത്ത, നാം അനുഭവിച്ച ജീവിതത്തിലെ ഒരു വെല്ലുവിളിയിൽ സഹായിക്കാൻ പറ്റാത്ത, കരുത്തോടെ നിർത്താൻ പറ്റാത്ത ഒരാത്മാവിനെയാണ് ഞാനും നിങ്ങളും സ്വീകരിച്ചെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. അവിടെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ആമേൻ നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുന്നത് എന്താന്ന് തിരിച്ചറിയണം. നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തെ തളർത്തുകയും തകർക്കുകയും ചെയ്യുന്നത് സ്തോത്രം ആമേൻ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവല്ല, ദാസ്യത്തിന്റെ ആത്മാവ്. ചിലരെ കണ്ടിട്ടില്ലേ, അങ്ങ് ഹല്ലേലൂയ ഡിപ്രഷന്റെ അകത്ത് ജീവിക്കും. പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, ആരാധിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നിരാശയ്ക്ക് അകത്ത് നിന്ന് അവർ പുറത്തു വരത്തില്ല.
ഒരിക്കലും നിരാശയ്ക്കകത്തുനിന്ന് അവർ പുറത്തു വരത്തില്ല. അവരുടെ ജീവിത അനുഭവങ്ങളെ താലോലിച്ചുകൊണ്ട് അവരിയ്ക്കും. ഇന്നലകളിലെ കഷ്ടങ്ങളെയും സങ്കടങ്ങളെയും കുറിച്ച് പറഞ്ഞ് ഒരു ദുഃഖത്തിന്റെ അധീനതയിൽ തന്നെ അവർ ജീവിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ വളരെ ഗൗരവത്തോടെ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ആമേൻ ഹല്ലേലൂയ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ജീവിത നിലവാരങ്ങളിൽ ആമേൻ സ്തോത്രം, വരുന്ന ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ തരണം ചെയ്യാനാണ് നമ്മുടെ അകത്ത് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവൻ തൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടരുത്. പ്രത്യേകിച്ച് ആമേൻ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും പരിശോധിക്കണം. കുഞ്ഞുങ്ങളോടൊക്കെ പറയുക, നിരാശകളും വരും. നമ്മൾ ജനിച്ച സാഹചര്യം, വളരുന്ന സാഹചര്യം, എപ്പോഴാ ഈ ദാസ്യത്തിന്റെ ആത്മാവ് ബാധിക്കാൻ സാധ്യത എങ്ങനെയെന്നറിയോ? നമ്മൾ തളർന്നിരിക്കുന്ന നേരം, നിരാശപ്പെട്ടിരിക്കുന്ന നേരം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി, ഇതിനെ അടിമപ്പെടുത്തി കളയും നമ്മളെ. പിന്നെ നേരം വണ്ണം ഒന്ന് പൊരുതാൻ പോലും പറ്റത്തില്ല. സമയങ്ങൾ കുറെ അങ്ങ് പോകും. സ്തോത്രം. ആമേൻ. ഞാൻ അതങ്ങ് വിശദീകരിക്കുന്നില്ല കേട്ടോ. പക്ഷെ പലപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മൾ അതിനൊത്തവണ്ണം അങ്ങ് ജീവിക്കുക. ആ നിരാശയുടെ ആത്മാവിന് കീഴ്പ്പെട്ട് നമ്മൾ ജീവിതം നയിക്കാൻ തുടങ്ങുക. ഞാൻ പറയട്ടെ, മരണത്തിന്റെ ആമേൻ ഹല്ലേലൂയ നിഴൽ അടുത്ത് വരുമ്പോൾ പോലും കരുത്തോടെ നിൽക്കാൻ ആമേൻ കൃപ തരുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആമേൻ സ്തോത്രം. നമ്മുടെ അയോഗ്യതകൾ വെച്ച് ഇത് ഏറ്റവും അനുഭവിച്ച ഒരു വ്യക്തി ഞാൻ കൂടെയാ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നേ. ആമേൻ. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, വളർന്നു വന്ന സാഹചര്യങ്ങൾ, അനുഭവിച്ച കഷ്ടങ്ങൾ. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഒരു എൻ്റെ കൂട്ടുകാരൻ എന്നെ നോക്കി ആമേൻ മറ്റൊരുത്തനോട് പറഞ്ഞൊരു കമന്റ്, എത്രയോ കാലം എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് കിടന്ന് ക്യാൻസർ പോലെ എന്നെ തകർത്തുകൊണ്ടിരുന്നു. ആ വാക്ക് സ്തോത്രം. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ, 10 പേര് നിൽക്കുന്നിടത്ത് തല ഉയർത്താൻ പറ്റാതെ ആ ഒറ്റ വാക്കിൽ ഞാൻ അടിമപ്പെട്ടു പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഭയങ്കര നിരാശ. 5 പേര് കൂടുന്നിടത്ത് ഞാൻ ഇരിക്കത്തില്ല, മാറി നിൽക്കും. ഞാൻ എന്നെ തന്നെ ആമേൻ ഹല്ലേലൂയ തകർന്നവനെന്നും ആമേൻ സ്തോത്രം ഒന്നിനും കൊള്ളാത്തവനെന്ന് എണ്ണുമ്പോൾ ആമേൻ ജീവിതത്തിലെ ഒരു നന്മയും പ്രാപിക്കാൻ പറ്റാതെ പിശാച് എന്നെ ഒതുക്കുകയാണ്. പിന്നെ എന്നതാ അതിനകത്ത് നീ വിടുതലെന്ന് പറഞ്ഞാൽ, ഇന്ന് ഇതിനകത്തിരിക്കുന്ന സകലരും എന്നെ കുറിച്ച് മോശം പറഞ്ഞാല്, എന്തൊക്കെ എൻ്റെ ബലഹീനതകൾ നിങ്ങൾ പറഞ്ഞാല്, ഇന്ന് ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ, അഹങ്കാരം എന്ന് പറയുന്നത് ആമേൻ ഇവരൊക്കെ അങ്ങനെ പറഞ്ഞ എന്നെ കർത്താവ് തേടി വന്നു എന്നുള്ളതാ. സഹോദര, എന്നെ കർത്താവിന് വേണമായിരുന്നു എന്നതാണ് ഞാൻ വ്യത്യസ്തനായി തീർന്നത്. നിങ്ങൾക്കാർക്കും വേണ്ട. നിങ്ങൾക്ക് ഒത്തിരി എന്നെ കുറിച്ച് പറയാനുണ്ട്. വേണമെങ്കിൽ ഇന്നലത്തെ വേദനകളെ താലോലിച്ച് എനിക്ക് ആമേൻ ഹല്ലേലൂയ ഒരു വശത്ത് ഒതുങ്ങിയിരിക്കാം. പക്ഷെ എനിക്കറിയാം, ഒരുപാട് ഉന്നതന്മാരും ഒരുപാട് യോഗ്യതയുള്ളവരും ഒരുപാട് സമൃദ്ധന്മാരും ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ നടുവിൽ എൻ്റെ കർത്താവിന് എന്നോട് സ്നേഹം തോന്നിയെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ യോഗ്യത. അവൻ്റെ ആത്മസാന്നിധ്യം എൻ്റെ അകത്ത് വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം. അതുകൊണ്ട് ഇനി ദാസ്യത്തിന്റെ ആത്മാവിന് അടിമപ്പെട്ട് പിശാച് തരുന്ന ആലോചനയ്ക്കൊത്ത് ജീവിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകരുത്. നീ കരുത്തോടെ പുറത്തു വരണം. ഞാൻ ആത്മാവിൽ പറയാം, നിന്നെ ദൈവം അഭിഷേകം ചെയ്തത് ആമേൻ ഒരു വശത്ത് ഒതുങ്ങി കിടക്കാനല്ല. ആര് തകർത്താലും, ആര് തടുത്താലും, ആരില്ലാതാക്കാൻ ശ്രമിച്ചാലും കരുത്തോടെ ദൈവത്തിന് വേണ്ടി നീ നിൽക്കണം. അതിനു വേണ്ടിയാ ദൈവം വിളിച്ചത്. അതുകൊണ്ട് എല്ലാ ദാസ്യത്തിന്റെ ആത്മാവിനെ വിശ്വസിച്ച് ധൈര്യത്തിന്റെ ആത്മാവ്, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ അതിന്റെ ഒരു മഹത്വം തിരിച്ചറിഞ്ഞ് ശക്തിയോടെ ആരാധിച്ച്, ശക്തിയോടെ പിശാചിനോട് എതിർത്ത് മുമ്പിൽ വരാൻ ദൈവ സഭയ്ക്ക് കഴിയട്ടെ. സഹോദരം, അതുകൊണ്ട് ഓർമ്മകളൊക്കെ താല് ഭയങ്കര സുഖം അങ്ങനെ പോയി ഓർത്തോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓർത്ത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം നമ്മളെ അങ്ങ് അടിമപ്പെടുത്തും. വളരെ ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിന്റെ ഭയങ്കര തന്ത്രവുമാണത്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഭയങ്കരമായിട്ട് അറിയേണ്ട സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഇതിന്റെ അകത്ത് വന്നൊരു സഹോദരി, ആ പ്രിയ ആന്റിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഉടമ്പടിക്കൊക്കെ പോയി, അല്ലെങ്കിൽ ഹല്ലേലൂയ പലയിടത്ത് ആരാധനയ്ക്ക് പോയി. എന്നോട് പറയും, ഭയങ്കര സാന്നിധ്യമായിരുന്നു പാസ്റ്ററേ, ഭയങ്കര സാന്നിധ്യമായിരുന്നു, ആ ഒരു സന്തോഷമായിരുന്നു. എന്നിട്ട് അവർ ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യാൻ പോവാ. നമുക്ക് ഹല്ലേലൂയ വിശ്വസിക്കാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും അങ്ങനെയല്ല. നമ്മളെ നിരാശപ്പെടുത്തി ആമേൻ ദൈവത്തിൽ നിന്ന് അകറ്റുക, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയെ കുറിച്ച് ചിന്തിപ്പിക്കുക. ആമേൻ നമ്മൾ ഹല്ലേലൂയ ഒന്നും അല്ലെന്ന് ചിന്തിപ്പിക്കുക. ഇതൊന്നും പരിശുദ്ധാത്മാവിന്റെ അത് ദൈവികമല്ല.
അത് ഹല്ലേലൂയ. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, ഏലിയാവിനെ പോലെ ഇപ്പം മതി യഹോവേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞ് ചാകാൻ കിടന്നവൻ ദൈവം പറഞ്ഞ് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞ് അവൻ ഓടിച്ചു. അവന് ഹല്ലേലൂയ ഒരിക്കലും ഇല്ലാത്തൊരു അയോഗ്യത അവന് ഫീൽ ചെയ്തു. പൈശാചിക തന്ത്രമാത്. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് ആരാധന ഹല്ലേലൂയ നിർത്താൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ആരില്ലെങ്കിലും ഇങ്ങനെ ബലഹീനതയുടെ ആത്മാവിനെ ചുമക്കുന്നെങ്കിൽ, ദാസ്യത്തിന്റെ ആത്മാവിന് അടിമപ്പെട്ട് കിടക്കുന്നെങ്കിൽ തിരിച്ചറിയണം, അങ്ങനെ ഉള്ളത് പരിശുദ്ധാത്മാവല്ലെന്ന് പറഞ്ഞ് നീ തന്നെ ശാസിക്കണം. അതല്ല പരിശുദ്ധാത്മാവ്. സ്തോത്രം. സഭ തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്. ആമേൻ. അത് കരുത്ത് പകരുന്നതാ. സ്തോത്രം. ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാനായ ദൈവത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നിനക്ക് ദാനമായി തന്നത്. ഹല്ലേലൂയ. ഒരുത്തനും ഹല്ലേലൂയ ഭയപ്പെടുത്താനോ ക്ഷീണിപ്പിക്കാനോ തകർക്കാനോ ഒരു പ്രതിസന്ധിക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത തരത്തിൽ ആമേൻ കുതിക്കാൻ പറ്റുന്ന പരിശുദ്ധ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ അകത്ത് തന്നതെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ അകത്ത് ആത്മശക്തിയുള്ളവൻ അവനിലെ ആത്മസാന്നിധ്യത്താൽ മറ്റ് സകലത്തെയും ശാസിച്ച് ഒരു ജയത്തിലേക്ക് വരേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാ. സ്തോത്രം. ഒരു ശക്തിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റാത്തതാ പരിശുദ്ധാത്മ. ഞാൻ പറയുന്ന ഗ്രഹിക്കുന്ന മക്കളെ, ആ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു തലത്തിൽ നമുക്ക് എത്താൻ പറ്റത്തില്ല, എനിക്കറിയാം. പക്ഷെ വരുന്ന ദിവസം ഇത് ഏറ്റെടുക്കുന്നവൻ ആകാൻ പോകുന്നത് പ്രവചിക്കാൻ പറ്റാത്തതാ. ഇത് ഏറ്റെടുക്കുന്നവന്റെ മേൽ ദൈവം പകരാൻ പോകുന്നേ. അതുകൊണ്ടൊരു ശുദ്ധീകരണം നടക്കണം. പഴയ തുരുത്തി വെച്ചുകൊണ്ടിരിക്കരുത്. ആരും ഒന്നും തരത്തില്ല. ഞാൻ പറയട്ടെ, നമ്മൾ വിഷമിച്ച് അതിനേക്ക് അങ്ങനെ പോയി ഇരുന്നെന്ന് പറഞ്ഞു 10 പൈസ ഗുണം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ധൈര്യത്തോടെ നിൽക്കണം. നിന്നെ തളർത്താൻ അനുവദിക്കരുത്. സ്തോത്രം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സ്തോത്രം. ആമേൻ, ആമേൻ. സ്റ്റെബിലിന് അങ്ങ് ഭയങ്കര സന്തോഷം. ഇന്നും അവന്റെ പാട്ട് പാടി, പ്രാണൻ പോവോളം ജീവൻ തന്നവനെ. സ്തോത്രം. ആമേൻ. ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. അതൊക്കെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തിയില്ല. അതൊക്കെ അല്ലേ ആത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നേ. അതല്ലയോ നല്ല ആമേൻ ഹല്ലേലൂയ നല്ല ആത്മാവിലെ ഗീതങ്ങളും ആമേൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന സംഭവങ്ങളൊക്കെ നമ്മിൽ ഒഴുകട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെന്ന് പറയുന്ന സഭ അത് വെളിപ്പെടുത്തിയിരിക്കണം ദേശത്തിൽ. സ്തോത്രം. പരിശുദ്ധാത്മാവാണെങ്കിൽ അത് വെളിപ്പെട്ടേ പറ്റത്തുള്ളൂ. ഒറ്റ എണ്ണം നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കരുത്. ആമേൻ. നാളെ നീ ചാകും, നിനക്ക് ക്യാൻസറാന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് ശ്വാസം പോകുന്നത് വരെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന ആത്മാവിന്റെ ബലം ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിയും പ്രാപിച്ചിരിക്കണം. ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും പ്രാപിച്ചിരിക്കണം. ഏത് പ്രതിസന്ധിയിലും നിരാശപ്പെടരുത്. നിരാശയ്ക്ക് അടിമപ്പെടുത്തുന്ന ദാസ്യത്തിന്റെ ആത്മാവാ. ആമേൻ. നീ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല തന്നത്. ഇന്ന് പകൽ ഒരു ഭയത്തിനും അടിമപ്പെട്ടിരിക്കരുത്. സ്തോത്രം. നീ ദൈവ പൈതലെങ്കിൽ ഭയപ്പെടുത്താൻ വരുന്ന വിഷയം നീ പുഞ്ചിരിയോടെ ഇരിക്കുക. പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കാം. സ്തോത്രം. പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നോക്കാം നമുക്ക്. ഹല്ലേലൂയ. ഞാൻ ചലഞ്ചിങ് ആയിട്ട് ഈ സന്ദേശം കൈമാറുന്നേ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ആമേൻ സ്തോത്രം നിരാശപ്പെട്ടാലും നിങ്ങൾ നിരാശപ്പെട്ടാലും തിരിച്ചറിയുക, അത് ദൈവികമല്ല. സ്തോത്രം. വളരെ ഗൗരവത്തോടെ ഗ്രഹിക്കേണ്ടത്. പിന്നെ എന്നതാ നമ്മുടെ അകത്ത് ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ബലപ്പെട്ടേ പറ്റൂ. നീ ദൈവ പൈതൽ എന്നത് നീ എവിടെ ജനിച്ചു? നിനക്ക് എത്ര സൗന്ദര്യമുണ്ട് നിനക്ക്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ട, ഒരു മെസ്സേജ്. 2 കൈയും കാലും ഇല്ലാത്തൊരു വെളുത്ത മനുഷ്യൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ? മേശയിലൊക്കെ കൊണ്ടിരുത്തും. അയാളെ പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? അയ്യോ, കണ്ടിട്ടുണ്ടോ? എടാ, എന്നെ പ്രതീക്ഷ അങ്ങേർക്കൊള്ളേ. ആ മനുഷ്യൻ ചിരിച്ചോണ്ടേ സത്യപര സങ്കടം തോന്നും. കണ്ട നമുക്ക് സങ്കടം വരും. നമ്മളെയൊക്കെ അവിടെ ചെല്ലുമ്പോ കർത്താവ് അങ്ങോട്ട് മാറിയില്ലാന്ന് പറയും. അവരെയൊക്കെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ടേ കാണാൻ പറയും. നമ്മളീ പറഞ്ഞില്ലേ, കൊച്ചു കൊച്ചു വിഷയവും കൊണ്ട് കരഞ്ഞായ എന്നെ പോലെ ഉലകത്തിൽ ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞ്. അയ്യോ, അത് പിശാചിന്റെ തന്ത്രം. നിന്നെ പോലെ ആരുമില്ല. ഞാൻ അനുഭവിച്ചതുപോലെ ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്നതാ, അനുഭവിച്ചെങ്കിലേ നിന്റെ ദൈവം തിരഞ്ഞെടുത്തില്ലേ. നീ അനുഭവിക്കുന്ന മുഴുവൻ മറ്റുള്ളവന്റെ അനുഗ്രഹത്തിനായി മാറണം. നീ അനുഭവിക്കുന്നത് ആത്മാവിൽ കരുത്ത് പകരാനാകണം. നീ അനുഭവിക്കുന്നത് അഭിഷേകമായി മാറണം. നീ അനുഭവിക്കുന്നത് ശത്രുവിനെ തകർക്കാൻ ദൈവ കൃപയായി മാറണം. അതാ ബൈബിൾ പറയുന്നത്, അതാ ബൈബിൾ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എല്ലാ ഡിപ്രഷന്റെ സ്പിരിറ്റും നിർവീര്യമാകട്ടെ. യെസ്, ഹല്ലേലൂയ. സ്തോത്രം.
പൗലോസൊക്കെ പറഞ്ഞു, ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം എന്നതാ? നിങ്ങളുടെ ആശ്വാസം. ഞാൻ എന്നെ ഞെരുക്കുന്നെങ്കിൽ, ഞാൻ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, നാളെ ഇരട്ടി ശക്തിയോടെ ഞാൻ പിശാചിനെതിരെ നിൽക്കണം, ലോകത്തിനെതിരെ ഞാൻ നിൽക്കണം, പ്രതിസന്ധിക്കെതിരെ നിൽക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ കഷ്ടത അതിനു വേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി മാത്രമെന്ന് തിരിച്ചറിയുക. സ്വതന്ത്രം. ജനിച്ച വീട് മോശമായി പോയെങ്കിൽ, കേട്ടോ മക്കളെ, അത് ആരുടെയും കുറ്റമല്ല. പണമില്ലാത്ത വീട്ടിൽ ജനിച്ചു, സൗന്ദര്യം ഇല്ലാത്ത അപ്പനും അമ്മയ്ക്ക് ജനിച്ചു, അതൊക്കെ ആരുടെയും കുറ്റമാണ്. പിന്നെ ലോകത്തിന് അത് പ്രശ്നമായിരിക്കും. പക്ഷെ നിന്റെ ദൈവത്തിന് അത് വിഷയമല്ലാത്തതുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുത്ത്. അതിൽ പരം ഒരു യോഗ്യത ഇനി കിട്ടാനില്ല. അതിൽ പരം ഇനി എന്നെ ആര് മാനിക്കാനാ? ഉലകത്തിൽ ആരാ മാനിക്കേണ്ടേ? സർവശക്തൻ മാനിച്ചെങ്കിൽ പിന്നെ ആരാ മാനിക്കേണ്ടേ? സർവശക്തൻ നിന്നെ മാനിച്ചെങ്കിൽ ആരാ മാനിക്കേണ്ടേ? സർവശക്തന്റെ ആത്മശക്തി നിനക്ക് വന്നെങ്കിൽ പിന്നെ ഇനി എന്നതാ ഈ ഉലകത്തിൽ നിനക്ക് കിട്ടേണ്ടത്? ഇന്ന് പകൽ ധൈര്യപ്പെട്, ആത്മാവിൽ പ്രതികരിക്ക്. പിശാചിന്റെ അജണ്ടകൾ ഇന്ന് പകൽ തകരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ആ മനുഷ്യൻ സുവിശേഷം പറയും, 2 കൈയും കാലും, ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. പക്ഷെ ഉള്ളതിൽ സന്തോഷിച്ചുകൊണ്ട് അദ്ദേഹം കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ തിരിച്ചറിയ ഈ ജീവിതം അസാധാരണമാണ്. അതുകൊണ്ട് ദൈവീതി ഞാൻ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്, കേട്ടോ, എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മെ പണിയുക. ഒന്ന് ഹല്ലേലൂയ നീക്കേണ്ടതിന് നീക്കിയാൽ വലിയൊരു ആത്മപകർച്ച. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകരാൻ പോവുക. അതുകൊണ്ട് ഹല്ലേലൂയ, പിന്നെയും അടിമപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അതല്ല എൻ്റെ അകത്ത്. അത് തിരിച്ചറിഞ്ഞു, അതിനെ താലോലിക്കരുത്. പിന്നെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ ആ പുത്രത്വത്തിന്റെ ആത്മാവ്, അതിനെക്കുറിച്ച് എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. പക്ഷേ നമ്മൾ ഹല്ലേലൂയ ഒന്ന് ശോധന ചെയ്ത് നമ്മളെ വ്യക്തിപരമായി ഞാൻ തിരിച്ചറിയണം എൻ്റെ അകത്ത് ഏത് ആത്മാവാ. അത് ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആത്മശക്തി പ്രാപിക്കാത്തവർ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രാപിച്ചിരിക്കും. സ്തോത്രം. യെശയ്യാ പ്രവചനം 61 അധ്യായം 1 മുതൽ സ്തോത്രം 3 വരെയുള്ള വാക്യങ്ങൾ. സമയമില്ല കേട്ടോ, അവിടെ നിന്നെങ്കിൽ ഒരു സന്തോഷമുള്ളൊരു സബ്ജക്റ്റ് അത്. സ്തോത്രം. നമുക്ക് അവസരങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് വായിച്ച് യെശയ്യാ പ്രവചനം 61 1 മുതൽ 3 വരെ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഇനി അടുത്ത് അവർക്ക് നീതിവൃക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഗ്ദത്തം കിടപ്പുണ്ട്. പോട്ടെ, സമയമില്ല. ഞാൻ ഇതിന്റെ തൊട്ടു മുമ്പ് ഒരു ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു എന്ന സന്ദേശത്തിന്റെ അകത്ത് ഇതിന്റെ ഒരു ഭാഗം എടുത്ത് പ്രസംഗിച്ചതാ. ഓർപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മക്കുറവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്തോത്രം ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ വിഷയത്തോട് ബന്ധപ്പെട്ടിട്ട് കർത്താവിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ച പ്രവചന ഭാഗമാണിത്. സ്തോത്രം. എളിയവരോട് സദ്വർത്തമാനോ പറയാൻ. സ്തോത്രം. അതിനുവേണ്ടി മാത്രമാണോ അഭിഷേകം? അല്ല. അവിടെ പറയുന്ന ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടണം. അതിനകത്ത് നമ്മൾ ഇന്ന് ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയം സിയോനിലെ ദുഃഖിതന്മാരെ കുറിച്ച് പറയുന്നു. ഞാനത് ഹാലിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സഭയ്ക്കകത്ത് ദൈവജനത്തിന്റെ ഇടയിലെ ദുഃഖിതന്മാർ. സ്തോത്രം. അവരെ ഹാലലിയ സഭയ്ക്കകത്ത് ഹാലലിയ ക്ഷീണമുള്ളവരും ഹൃദയം തകർന്നവരും വിഷണ്ണ മനസ്സുള്ളവർ, അതൊക്കെയാണ് വായിച്ചത്. അതെല്ലാം ഹാലലിയ വിശദീകരിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. സ്തോത്രം. വിഷണ്ണ മനസ്സ്, തകർന്ന ഹൃദയം, ഇതൊക്കെ എവിടെയാ? സ്തോത്ര ദൈവമക്കളുടെ ഇടയിൽ. ഹല്ലേലൂയ. അവിടുത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയെന്നതാ അതിന്റെ വിടുതലിനായി, അതിന് മരുന്നായി, അതിന് പ്രതിവിധിയായി എന്നതാ. ഹല്ലേലൂയ. ആ വിഷണ്ണ മനസ്സ് മാറാൻ സ്തോത്രം ദൈവത്തിന്റെ അഭിഷേകം, ആത്മാവിന്റെ ശക്തി. അപ്പോ സ്തോത്രം. വിഷണ്ണ മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിലാവും ഏകദേശം അല്ലേ? തകർന്ന ഹൃദയം, നുറുങ്ങിയ ഹൃദയം എന്നൊക്കെ പറയുന്നതിനേക്കാൾ വിഷണ്ണ മനസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനിയിപ്പോ എന്നെ വ്യാഖ്യാനിച്ചാലും നിങ്ങളെ അങ്ങ് ഗ്രഹിച്ചാൽ മാത്രം മതി. എന്റെ ഹൃദയം എങ്ങനെയാ? സ്തോത്രം. ഏതൊക്കെയോ വിഷയത്തിന്റെ അകത്ത് കുടുങ്ങി സ്തോത്രം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അവരോടുള്ള ദൈവത്തിന്റെ ദൂത എന്താ പ്രതിവിധി? അത് മാറാൻ പരിശുദ്ധാത്മാവ്, അത് മാറാനുള്ള മരുന്ന് എന്നതാ? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ പകർന്നാൽ ആ പരിശുദ്ധാത്മാവിനെ തരുന്നത് വിഷണ്ണ മനസ്സോടെ ഇരിക്കാനല്ല, തകർന്ന ഹൃദയത്തോടെ ജീവിക്കാനല്ല. ആമേൻ. എന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് വലിയ ഹല്ലേലൂയ കാര്യങ്ങളാ അവിടെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ്
നമ്മുടെ മേൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, പിന്നെ ഹല്ലേലൂയ നെഗറ്റീവ് പറയുന്നെങ്കിൽ ശോധന ചെയ്യണം. പിന്നെ സങ്കടം പറയുന്നെങ്കിൽ ശോധന ചെയ്യണം. സങ്കടത്തിന്റെ അകത്ത് ജീവിക്കുന്നെങ്കിൽ ശോധന ചെയ്യണം. കാരണം പിന്നെയും നീ വിഷണ്ണ മനസ്സോടെ ഇരിക്കാനെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. ആ തകർന്ന മനസ്സോടെ ഇരിക്കാനെങ്കിൽ, ജീവിതത്തിൽ വേദന വരത്തില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ അകത്ത് തുടരുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിനെ തന്നത് അതിനകത്ത് നിന്ന് നിന്നെ ആമേൻ ഹല്ലേലൂയ കരകയറ്റാൻ വേണ്ടിയ. ഹല്ലേലൂയ, ഒരുപാട് മുറിവുകൾ നമ്മളെ തകർത്തു കളയും. സ്തോത്രം, ഒരുപാട് മുറിവ്. ഞാൻ പറഞ്ഞില്ല, ഒറ്റ വാക്ക് ഏൽപ്പിച്ച മുറിവ്, അത് ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് അറിയാവോ അത് ഓരോരുത്തർക്കും ഓരോ നിലവാരത്തിലാണ് ആ മുറിവിന്റെ ആഴമൊക്കെ വരുന്നത്. പക്ഷെ അതിനകത്ത് നിന്ന് കരകയറാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവല്ല. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല, നമ്മൾ ആ ദാസ്യത്തിന്റെ ആത്മാവിന് അടിമപ്പെട്ടു കൊടുക്കുന്നു. സ്തോത്ര, പരിശുദ്ധാത്മാവ് വന്ന ദുഃഖത്തിൽ ആശ്വാസം അല്ലേ? നിങ്ങളത് ശ്രദ്ധിച്ചോ വാക്യം? ആമേൻ. ആശ്വാസം വരും. പിന്നെ എന്നതാ പറഞ്ഞത്? അലങ്കാരമാല അണിയിക്കും. പിന്നെ എന്നതാ പറഞ്ഞ്? ആനന്ദ തൈലം തരും. പിന്നെ എന്നതാ പറഞ്ഞ? സ്തുതി എന്ന മേലാട. സ്തോത്രം, വായിച്ച വാക്യം കേട്ടു, അതിനകത്തുള്ള കാര്യം. വിഷണ്ണ മനസ്സിന് പകരം എന്നാ കിട്ടും? തകർന്ന ഹൃദയത്തിന് പകരം എന്നാ കിട്ടും? ദുഃഖത്തിന് പകരം എന്നാ കിട്ടും? ആശ്വാസം കിട്ടും. അലങ്കാരമാല കർത്താവ് തരും. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. സ്തുതി എന്ന മേലാട തരും. സ്തോത്രം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. എന്നതാ ഈ മേലാട? മേലാട എന്ന് പറഞ്ഞാൽ എന്നതാ? പുറത്തിടുന്ന വസ്ത്രം, കോട്ടൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എന്റെ മേലാട ഇതാ. നിങ്ങൾ കാണുന്നത് എന്നതാ? മേലാടയല്ലേ നമ്മൾ കാണുന്നു? അയ്യോ സ്തോത്രം, മേലാടയല്ലേ കാണുന്നേ? അപ്പൊ നിങ്ങളവിടെ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര സന്തോഷം വരേണ്ടതാണ്. പിശാചിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്നതാ? അവൻ കരയണം. എന്റെ അകത്ത് ഒരുപാട് മുറിവ് തന്നെ എന്തിനാ? ആ തകർന്നിരിക്കണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്നതാ? ജീവിതത്തിൽ ഒരിക്കലും തല ഉയർത്തരുത്. ബിനിൽ പാസ്റ്റ് ഇനി ഒച്ച എടുക്കരുത്. അവൻ സ്റ്റേജിൽ നിൽക്കരുത്. അമ്മാതിരി അവനെ തകർക്കണം, മനസ്സിനെ തകർക്കണം. സ്തോത്രം, വേദന കൊണ്ട് നിറയ്ക്കണം. അന്നേരം അവന് ജയിക്കാം. എന്നിട്ട് നമ്മളെ അടിമപ്പെടുത്തി നമ്മൾ ഒതുങ്ങിയിരിക്കണം. ഇതാഗ്രഹം. അപ്പൊ ദൈവം ചെയ്ത പ്രവൃത്തി ഉണ്ടോ? എന്റെ മേല് ദൈവം തന്നത് സ്തുതി എന്ന മേലാട. അലങ്കാരമാല അതൊക്കെ ഞാൻ വിടുക, മനസ്സിലായാൽ മതിയല്ലോ. സ്തുതി എന്ന മേലാട എന്ന് പറഞ്ഞാൽ എന്റെ അകത്ത് എന്തിരുന്നാലും പിശാചേ നീ കാണുന്നത് സ്തുതി എന്ന മേലാടയാ. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല. ഒരു വിശ്വാസിയെ കാണേണ്ടത് ഏത് ജീവിത സാഹചര്യത്തിലും കാണേണ്ട രൂപമാ ഞാൻ ഈ പറഞ്ഞേ. സ്തോത്രം, ജീവിത പ്രശ്നത്തിൽ ഇപ്പൊ തകരുമെന്ന് നോക്കി നിൽക്കുമ്പോ ആമേൻ ഹല്ലേലൂയ നിന്റെ ജീവിതം മുഴുവൻ തുള്ളിച്ചാടി കർത്താവിനെ നീ സ്തുതിക്കണം. അതിനാ അഭിഷേകം. പക്ഷെ പിശാച് മുറിച്ചത് എന്തിനാ? പിശാച് തകർത്തത് എന്തിനാ? ആമേൻ, നീ അടിമപ്പെട്ട് തകർന്ന് ഒതുങ്ങണം ഒരു കോണിൽ. നീ ഇനി ശുശ്രൂഷിക്കരുത്, പ്രാർത്ഥിക്കരുത്, നീ ഇനി കർത്താവിന്റെ വേല ചെയ്യരുത്, നീ ഒതുങ്ങണം. അതിനാ തകർച്ചകൾ കൊണ്ടുവന്നത്. പക്ഷെ ദൈവം പറഞ്ഞു, മോനെ നീ തകർത്താൽ ഹല്ലേലൂയ ഞാൻ അവനെ സ്തുതി എന്ന മേലാടയെടുത്ത് ഞാനിടും. ഞാൻ അവനെ അഭിഷേകം ചെയ്യും. അവനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം എന്താ ക്രിസ്തീയ ജീവിതം? തിരിച്ചറിഞ്ഞ് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമെങ്കിൽ ആരാധിക്ക്, തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്ക്. ഇന്ന് പകൽ അഭിഷേകമുണ്ടെങ്കിൽ ആമേൻ സ്തുതി എന്ന മേലാടയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ലോകം കാണുന്നത് കരച്ചിലല്ല, പിശാച് കാണുന്നത് ആ മുറിവിൽ വേദനിച്ച് വളഞ്ഞ് പ്രാർത്ഥിക്കാതെ പോലും കിടക്കുന്ന എന്നെയല്ല. സഹോദരൻ, ഞായറാഴ്ച നിങ്ങൾ ഹല്ലേലൂയ സന്ദേശം കേൾക്കാൻ വരുമ്പോ ഏതൊക്കെയോ പ്രതിസന്ധിക്കകത്ത് ഹൃദയം തുറന്ന് മനസ്സ് ക്ഷീണിച്ച് ഒരു സ്തോത്രം പറയാൻ വഹിയാതെ കിടക്കുന്ന ബിനിൽ പാസ്റ്റിനെ അല്ല കാണേണ്ടത്. അത് കാണാതിരിക്കാനാണ് വിഷണ്ണ മനസ്സിനെ മാറ്റിയത്. അത് കാണാതിരിക്കാനാണ് അലങ്കാരം മാല തന്നത്. അത് കാണാതിരിക്കാനാണ് സ്തുതി എന്ന മേലാട്. മറ്റുള്ളവർ കാണട്ടെ, പ്രതിസന്ധിയിൽ സ്തുതിക്കുന്ന വിശ്വാസ സമൂഹത്തെ ഈ സഭയ്ക്കകത്ത് കാണട്ടെ. രോഗമുള്ളപ്പോൾ സ്തുതിക്കുന്നവരെ കാണട്ടെ, പ്രതിസന്ധിക്കകത്ത് ആരാധിക്കുന്നവരെ കാണട്ടെ. ഏത് മുറിഞ്ഞ ഹൃദയമുള്ളവനും തുള്ളിച്ചാടി സ്തുതിക്കുന്നത് ഈ തലമുറ കാണട്ടെ. ഹല്ലേലൂയ. അതിലാ നമ്മെ വിളിച്ച് ഈ തിരുമേശ എടുക്കുന്ന സകലരും ഓർത്തോളണം. സ്തോത്രം, നിന്റെ തലമേതാന്ന് തിരിച്ചറിഞ്ഞോളണം. വരുന്ന പ്രശ്നത്തിനകത്ത് അതാ നമുക്കൊരു സാക്ഷ്യം കൊടുക്കാൻ പറ്റുന്നില്ല ലോകത്തിന്. ആമേൻ. തകർച്ചയും ക്ഷീണമൊക്കെ വരും. അതിനാ ദൈവത്തിന്റെ സഭ, അതിനാ ഈ ദൈവത്തിന്റെ ആലോചന. ഞാൻ പറഞ്ഞല്ലോ, എന്തോ അസാധാരണമായതൊന്ന് നിന്റെ മേൽ പകരുക. ഈ മേലാട കാണും. നമ്മൾ സ്തുതിക്കുന്നതും ആനന്ദിക്കുന്നതേ മറ്റുള്ളവർ കാണത്തുള്ളൂ. അയ്യോ പിശാച് വിചാരിച്ചെന്ന് പറയാം, ഇവിടെ കൊണ്ട് തീർത്തെന്ന്.
സ്തോത്രം. അങ്ങനെ ചെയ്തപ്പോൾ തീർന്നെങ്കിൽ പിന്നെ നമ്മളുണ്ടോ? ഇല്ല. പക്ഷേ ഇന്നും അങ്ങനെ കൃപയാൽ സ്തുതിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഭാഗ്യം. പക്ഷെ എവിടെയോ സ്തുതി ഇടയ്ക്കിടയ്ക്ക് ഒതുങ്ങുന്നെങ്കിൽ, പ്രാർത്ഥന കട്ടായി പോകുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് അകത്തുള്ളത് ആ നിരാശയ്ക്ക് അടിമപ്പെടുന്ന സമയം നിന്നെ തൂക്കിയെടുക്കാനാ, നിന്നെ ഒതുക്കുമെന്ന് തോന്നുന്ന സമയം നിന്നെ പുറത്തെടുക്കാനാ പരിശുദ്ധാത്മാവ്. ശത്രുവിനെ അടിമപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് നിന്നു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് അപ്പോസ്തലൻ പറയും, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ പ്രാപിച്ച അഭിഷേകത്തെ തിരിച്ചറിയണം. ആ അഭിഷേകത്തെ ചലിക്കാൻ അനുവദിക്കണം. ആ അഭിഷേകം ചലിക്കാതെ ദാസ്യത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടു കൊടുക്കരുത്. സ്തോത്രം. നിരാശപ്പെട്ട് ഒതുങ്ങി കൊടുക്കരുത്. ഇന്ന് പകൽ എത്ര പേർ തീരുമാനിക്കും അവരെ കർത്താവ് ഹല്ലേലൂയ അസാധാരണമായിട്ട് മാനിപ്പാൻ തുടങ്ങും. സ്തോത്രം. ദാസ്യത്തിന്റെ ആത്മാവിനെ ശാസിക്കണം. ഞാൻ ദൈവപൈതലേ, ഞാൻ പറയട്ടെ, നമ്മൾ എത്ര ദുഃഖത്തോടെ ഇരുന്നാൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമോ? അങ്ങനെ ഇരുന്നിട്ട് ദുഃഖം മാറി ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ദൈവം തന്നത് നമ്മളെ ജയത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് നിത്യതയിൽ എത്തിക്കാനാ, സ്വർഗത്തിലെത്തണം. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ പെന്തക്കോസ്തെന്ന് അഭിമാനിക്കുന്നവർ പോലും അതൊന്നും ചിന്തിക്കുന്നില്ല. എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ കാണിച്ച് ജീവിതത്തിൽ ഞാനിപ്പോൾ പോകുന്നിടത്തൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ശുശ്രൂഷയ്ക്ക് പോകുന്നിടത്തൊക്കെ പറയുന്ന കാര്യം എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ഒരു ജയജീവിതം ഉണ്ടോ എന്ന് കേട്ടാ ഇല്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ഒരു വാഞ്ച ഉണ്ടോ എന്ന് കേട്ടാ ഇല്ല. ഇനി പ്രാപിച്ചവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അവരുടെ ജീവിതവും പ്രാപിക്കാത്തവരുടെ ജീവിതമൊക്കെ തുല്യമായിട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് വലിയ സന്തോഷമൊന്നും വരത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദാസ്യത്തിൻ്റെ ആത്മാവാണോ നിങ്ങളുടെ അകത്ത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവാണോ? സ്തോത്രം. നമ്മൾ അന്ന് പാടി നീക്കി അടിമ എന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം. സ്തോത്രം. അതുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ ആത്മാവ് തമ്മിൽ പകർന്നത് എന്നതാ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച വിഷയമാണ്. സ്തോത്രം. ഒരു വശത്ത് ഞാൻ സത്യമായിട്ട് പറയാം, നമ്മളെയൊക്കെ തകർത്ത് ഒതുക്കി ലോകം കാണണമെന്ന് പറയുമ്പോൾ ഇന്ന് വരെ അതിനെ അനുവദിച്ചില്ല ദൈവം. നമ്മൾ ഇന്ന് സ്തുതിക്കുക, നമ്മുടെ മേൽ ദൈവം ഇട്ട പുതപ്പ മേലാടയോ സ്തുതി എന്ന മേലാട വിഷണ്ണ മനസ്സിന് പകരം. അപ്പം അതിന് പകരം എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ? അത് ഈ ഭൂമിയിലുണ്ട്, തകർന്നു പോകും, വേദനയൊക്കെ ഉണ്ട്. പക്ഷെ അതിന് പകരം ദൈവം ഒരുക്കിയത് അഭിഷേകം, പിശാചിന് തൊടാൻ പറ്റാത്ത അഭിഷേകം. സ്തോത്രം. ഞാൻ അതാ പറഞ്ഞേ, നീ എവിടെ ജനിച്ചു, നീ ഇന്ന് സാഹചര്യം എന്ത്, നിന്റെ വേദന എന്ത്, നിന്റെ പ്രശ്നം എന്ത്, നിനക്ക് എത്ര കടബാധ്യതയുണ്ട്, നിന്നെ ആരൊക്കെ സഹായിക്കുന്നു, ആരൊക്കെ നിന്നെ ആശ്വസിപ്പിക്കുന്നു, ഇതൊന്നുമല്ല നിന്റെ ജയത്തിന്റെ അടിസ്ഥാനം. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകമാണ്, നിന്റെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പാണ് നിന്നെ വ്യത്യസ്തനാക്കുന്നത്. ഹല്ലേലൂയ. അത് മാത്രം മതി ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ. ഇനി അതിനപ്പുറം ആത്മശക്തിയുള്ളവൻ മകളിലുള്ള സൗഭാഗ്യം കൂടെ ചിന്തിച്ചാ പിന്നെ അല്ലയോ, എൻ ഭാഗ്യകാലം ഓർക്കുമ്പോഴെന്ന് പറഞ്ഞ് പാടിയില്ലേ, ഈ ലോകസുഖം അതും കൂടെ അറിഞ്ഞാൽ പിന്നെ നൃത്തത്തിന്റെ പൂരമായിരിക്കും. ഇപ്പൊ ഹല്ലേലൂയ കരച്ചിലൊഴിഞ്ഞിട്ട് സമയമില്ല. സഭയിൽ വരുമ്പോ മാത്രം പാസ്റ്റർ ഒരു ബലം, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആമേൻ. നമുക്ക് ഹല്ലേലൂയ ഒരു തിരിച്ചറിവ് ഈ സന്ദേശത്തിനകത്ത് ഉണ്ടാകണം. എന്നിട്ട് കർത്താവിനോട് പറയണം, ദൈവമേ ആ പരിശുദ്ധാത്മാവ് മതി എനിക്ക്, ദാസ്യത്തിന്റെ ആത്മാവിന് വേണ്ട. ഏത് ആത്മാവിനെയും സ്വീകരിക്കരുത്, ദൈവത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിയണം. നിന്നിൽ അതാ ഞാൻ പറഞ്ഞു, നമ്മൾ മറ്റുള്ളവരെ നമുക്ക് ഹല്ലേലൂയ ഞാൻ അഡ്രസ്സ് ചെയ്യാം. സ്തോത്രം. അത് ഞാൻ ഏറ്റവും പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്, അത് നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ ഏത് ആത്മാവിനനുസരിച്ച് പോകുന്നത് തിരിച്ചറിഞ്ഞില്ലേ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചിലരൊക്കെ പറയും കണ്ട ഉടൻ ഹല്ലേലൂയ അവൻ സൈഡിലോട്ടല്ലേ വീഴുന്നത്, അതും ദുരാത്മാവാ. ഇപ്പൊ വീഴുന്ന ആൾ ബാക്കിലോട്ടാണ് വീഴുന്നത്, അതും ദുരാത്മാവാ. അതാണ്ട് മറ്റോ മുമ്പോട്ട് വീഴുന്നു. ഇങ്ങനെ അങ്ങ് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഏതിനെ സ്വീകരിക്കും? ഇത് ഏതാ പരിശുദ്ധം? അത് കാണിക്കാനോട്ട് ആരുമില്ല. സ്തോത്രം. വല്ലതും പിടി കിട്ടിയോ? നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് ഈ തലമുറയിൽ. സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഇതോമരക്കെല്ലാം കള്ളന്മാരാ കേട്ടോ. സ്തോത്രം. ഞാൻ പറയാം, ഇതിനകത്തിരുന്ന് പറയുന്നവർ അങ്ങനെ പറയുന്നുണ്ട് പെണ്ണങ്ങര്. അതൊന്നും അങ്ങനെ പറയരുത്. ദൈവസഭയുണ്ടല്ലോ, ഇവർക്ക് ദൈവസഭയില്ലേ? ദൈവജനത്തെ പഠിപ്പിച്ചാൽ പോരെ, ജാതികൾ എന്തിനാ അതറിയുന്നേ? സ്തോത്രം. അത് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണ്ടേ? നമുക്ക് ആരെങ്കിലും 10 പറയുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടെ കിട്ടും. പിന്നെ ഒരു ധാരണയുണ്ട്, 5 വരെ കുറ്റം പറഞ്ഞാൽ ഞാൻ വിശുദ്ധനായി എന്ന്. അവൻ അങ്ങനെ, അവൾ അങ്ങനെ, ആ സഭ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ യോഗ്യനായി. അതാണ് ഏറ്റവും വലിയ ശാപം. അതൊന്നുമല്ല ആത്മീയത. നമ്മൾ തിരിച്ചറിയണം. സ്തോത്രം. എന്നെ ദൈവം നടത്തുന്നുണ്ടോ? ആരുടെ ഉറപ്പാ എനിക്ക് വേണ്ടേ? പരിശുദ്ധാത്മാവ് നടത്തുന്നുണ്ടോ? സ്തോത്രം. ഈ പറഞ്ഞതുപോലെ ഒരു ധൈര്യത്തിന്റെ ആത്മാവ്. ഞാൻ പറയട്ടെ, ക്ഷീണത്തിന്റെ അങ്ങേയറ്റം പോവും, പക്ഷെ അവിടെ നിന്ന് കരുത്തോടെ നിന്നെ കൊണ്ടുവരുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവാ. അത് പരിശുദ്ധാത്മാവാ. സ്തോത്രം. പ്രതിസന്ധിക്കകത്ത് 1000 ചിന്തകളുടെ വേലിയേറ്റം പിശാചിട്ട് നീ തീർന്നെന്ന് അവ ഉറപ്പിക്കുമ്പോ അങ്ങനെ അല്ലെന്ന് പറഞ്ഞ് നീ എഴുന്നേക്കുന്നെങ്കിൽ അതാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിക്കാൻ ബലം തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. മുമ്പോട്ട് കുതിക്കാൻ ശക്തി തരുന്നവനാണ് പരിശുദ്ധാത്മാവ്.
അതുകൊണ്ട് കൺഫ്യൂഷൻ ആകരുത്. ദുരുപദേഷ്ടാക്കന്മാർ ഒരുപാട് പേരുണ്ട്. അത് ഈ ഭയങ്കര ഈ തള്ളി വീഴ്ത്തി ഉന്തി വീഴ്ത്തി എന്ന് പറയുന്ന ഇതൊക്കെ പറയുമ്പോൾ മറുവശവും നമ്മൾ പഠിക്കണം. അവർ മാത്രമല്ല, നല്ല വചന വ്യാഖ്യാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ആൾക്കാരെ കൊല്ലുന്നവരുണ്ട്, തെറ്റ് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ട്. സ്തോത്രം. ഇതെല്ലാം തിരിച്ചറിയണം. പക്ഷേ നമുക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ നമുക്ക് തൻ്റെ ഇടത്തോടെ നമുക്ക് നിൽക്കാം. നമുക്ക് നിത്യതയിലെത്തണം. അതാ പ്രശ്നം. ഇവിടെ ആത്മാക്കളെ നേടണം. ഈ രണ്ടുദ്ദേശം ഇല്ലാത്തവന് ചുമ്മാ കയ്യും കാലിട്ട് അടിച്ചിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. ഒരു പ്രയോജനമില്ല. ചുമ്മാ കയ്യുന്നു ചാടി മറിയുന്നു. ഒരു ആത്മാവിനെ നേടാൻ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം പറയാൻ പറ്റുന്നില്ല എങ്കിൽ പ്രയോജനമില്ല. ഇവിടെ കണ്ടോ, ഹൃദയം തകർന്നവരെ മുറിവ് കിട്ടാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ, യേശുവിന്റെ മേൽ. ആ ആത്മാവല്ലേ നമുക്ക് കിട്ടിയേ. അങ്ങനെയെങ്കിൽ നമ്മൾ മുറിക്കുന്നവരാണോ? ഞാനത് അന്ന് പറഞ്ഞു. മുറിക്കാൻ അഭിഷേകം വേണ്ട, മുറിവ് കെട്ടാൻ അഭിഷേകം. ആരെയും മുറിക്കാൻ അഭിഷേകം വേണ്ട. പെന്തക്കോസ്തുകാരെ മുറിക്കുന്നെങ്കിൽ അഭിഷേകമല്ല, തിരിച്ചറിഞ്ഞോളണം. സ്തോത്രം. പക്ഷെ മുറിവ് കെട്ടാൻ നിനക്ക് കെൽപ്പുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോളണം. നീ വലിയ അന്യഭാഷയൊന്നും പറയുന്നില്ലായിരിക്കാം, ചാട്ടമൊക്കെ നിനക്ക് കുറവായിരിക്കാം, പക്ഷെ നിന്റെ അകത്ത് അഭിഷേകം ഉണ്ടെന്ന് നീ ചിന്തിച്ചോളണം. മുറിവ് കെട്ടാൻ നമുക്ക് പറ്റണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം, ദുഃഖിതന്മാരെ ഒക്കെ ആശ്വസിപ്പിക്കണം. അയ്യോ, എന്നാ വാക്കുകളൊക്കെ സ്തോത്രം. ആമേൻ. അതെടുത്ത് ഹല്ലേലൂയ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? എന്നാ നമ്മൾ അതാകണം. അതാ പരിശുദ്ധാത്മാവ്. അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവാണോ. ഇനി ഞാൻ അടുത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ഒന്ന് സ്റ്റക്കാകരുത്. പരിശുദ്ധാത്മാവാണോ നമ്മുടെ അകത്ത്? അപ്പൊ ഒന്നാമത്തെ ചിന്ത ഏതാണ്? ഏതാത്മാവിനെ നമ്മൾ സ്വീകരിക്കരുത്. എല്ലാം പരിശുദ്ധാത്മാവ്, എല്ലാം ഹല്ലേലൂയ ആത്മാവ് തരുന്ന ചിന്ത അങ്ങനെയല്ല. അത് ഗ്രഹിക്കണം. സ്തോത്രം. രണ്ടാമത്തെ ഹല്ലേലൂയ ചിന്ത എഫേസ്യ ലേഖനത്തിൽ നിന്ന്, ഹല്ലേലൂയ ആമേൻ സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ നിന്ന് അതിന്റെ 2-ാം അധ്യായം 1-2 വാക്യം പെട്ടെന്ന് വായിക്കണമേ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. മതി. ഹല്ലേലൂയ. അവിടുത്തെ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. വേറെ വ്യാഖ്യാനം എന്തേലും വേണോ അതിന്റെ അകത്ത്? സ്തോത്രം. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അതിൻ്റെ പെന്തക്കോസിനകത്താണെങ്കിലും ജാതികളുടെ ഇടയിലാണെങ്കിലും എവിടെയാണെങ്കിലും അനുസരണക്കേടിൽ വെളിപ്പെടുന്ന ഒരു ആത്മാവുണ്ട്. അതിനെ ആത്മാവെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ യോഹന്നാൻ എഴുതിയപ്പോൾ ശ്രദ്ധിച്ച് ഏത് ആത്മാക്കളെയും ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവെന്ന് പറഞ്ഞാൽ അതിനൊരു പവറുണ്ട്, അതിൻ്റെ പ്രവൃത്തികളുണ്ട്. അത് അത്ഭുതം ചെയ്യും, പ്രവചിക്കും, ഒത്തിരി കാര്യങ്ങളുണ്ട്. വേദപുസ്തകം അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം പരിശുദ്ധ ആത്മാവെന്ന് പറയരുത്. ഇന്നിപ്പോൾ സ്കൂളുകൾ വരെ ഉണ്ട്. സ്തോത്രം. അന്യഭാഷ പഠിപ്പിക്കാൻ സ്കൂളുകൾ വരെ ഉണ്ട്. കാരണം നല്ല ബിസിനസ് അല്ലേ. സ്തോത്രം. നല്ല ബിസിനസ് അല്ലേ. തറ പറ പന എന്ന് പറഞ്ഞ് പഠിപ്പിക്കും പോലെ ഒരാൾ ജീവിക്കുന്നു. അതിന് ഹല്ലേലൂയ കൊടുക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അതൊന്നുമല്ല. ഇത് ദൈവത്തിൽ നിന്ന് വരണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് വരണം. പക്ഷെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നീ അനുസരണക്കേടിലാണ് ജീവിക്കുന്നതെങ്കിൽ വന്നത് ഞാൻ പറയുന്നില്ല. അത് എനിക്ക് അത്ര ഉദ്ദേശമുള്ള ദൈവസഭ ഗ്രഹിക്കണം. അനുസരണക്കേടിൽ ജീവിക്കുന്നവന്റെ മേൽ ചലിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ആദ്യം വരേണ്ടത് നിനക്ക് അനുസരണം. അനുസരണം ഇല്ലാതെ അഭിഷേകം എന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ന് പെന്തക്കോസ്തുകാർക്ക് കുറച്ച് അഹങ്കാരം അല്ലാതെ മറ്റൊന്നുമില്ല. നിന്നോട് പിണങ്ങരുതേ. സ്തോത്രം. ഞാനിത് പറയുന്നത് വല്ലാത്തൊരവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുക, വല്ലാത്തൊരവസ്ഥയിൽ. സ്തോത്രം. അനുസരണം ഇല്ല. ഒന്നിനെ അനുസരിക്കത്തില്ല, ആരെയും അനുസരിക്കത്തില്ല. പക്ഷെ അന്യഭാഷയും അഭിഷേകവും പാട്ടും ആരാധനയോ അസാധാരണം. അതൊരിക്കലും ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നിങ്ങൾ ഏറ്റെടുക്കുക. അത് വിവേചിക്കാനൊന്നും വേണ്ട. ഞാൻ അനുസരണക്കേടിൽ ജീവിക്കുന്നവനെങ്കിൽ എൻ്റെ അകത്ത് അഭിഷേകം ചലിക്കത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, തെറ്റില്ലാത്തവരെന്നല്ല ഞാൻ പറഞ്ഞേ. കുറവുകളും ബലഹീനതയോടെ വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ ഇടപെടുന്ന നിമിഷം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നീ അതിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുന്നെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ ഉറപ്പിക്കാം, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവാ. തെറ്റിദ്ധാരണ ഇല്ലാതെ കേൾക്കണം. അപ്പൊ പാസ്റ്റർ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, മനുഷ്യനാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽ വന്നു, ആത്മാവ് ഇടപെട്ടു. ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയത്തോടെ ആ പരിശുദ്ധാത്മാവിനുള്ളിൽ, അതേ കർത്താവേ, ഇന്ന കാര്യങ്ങളിൽ അനുസരണക്കേടുണ്ടല്ലോ, പരിഹരിക്കപ്പെടണമെന്ന് പറയുന്നെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ആ വചനം കേട്ടിട്ട് നീ തിരസ്കരിച്ചുകൊണ്ട് ഇന്നലെ വരെ നീ ആത്മാവിൽ കരുത്തോടെ നിന്നിട്ട് വചനം അനുസരിക്കാതെ നീ അല്പദൂരം വീണ്ടുമുള്ള ആത്മാവിന്റെ ഓർമ്മപ്പെടുത്തി തിരസ്കരിച്ചു കൊണ്ടുപോകുന്നെങ്കിൽ അവിടെ ശക്തിയോടെ മറ്റൊരാത്മാവ് വെളിപ്പെടും. അറിയത്തോലുമില്ല വിനിൽ പാസ്റ്റർ, ഞാൻ അറിയത്തോലുമില്ല. ഞാൻ അനുസരണക്കേടിൽ നടന്ന് ഞാൻ വന്ന് കൈവെക്കുമ്പോൾ പലതും സംഭവിക്കും. നിങ്ങളും വിചാരിക്കും പരിശുദ്ധാത്മാവ്. അല്ല.
പരിശുദ്ധാത്മാവ് വ്യാപരിക്കാൻ വ്യവസ്ഥയുണ്ട്. പിടിയിട്ടുന്നുണ്ടോ മക്കളെ? ഇതിനേക്കാൾ എങ്ങനെ ലളിതമാക്കേണ്ടേ? ഇതിനേക്കാളും ലളിതമാക്കാൻ പറ്റും എനിക്കറിയത്തില്ല. അങ്ങനെ കൃപയുള്ളവർ വരട്ടെ. സ്തോത്രം. പക്ഷെ നിങ്ങൾ ശോധന ചെയ്യണം. പരിശുദ്ധാത്മാവാണ് വരണേ. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. അപ്പൊ അനുസരണക്കേടോടെ പോയി എന്നാ ചെയ്യും? എനിക്ക് 2024 ഉപവാസത്തിൽ ദൈവദാസം പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായിട്ട് എൻ്റെ മേലെ എന്നെ ആത്മനിറവായിരുന്നു പാസ്റ്റർ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വർഗീയ സന്തോഷവും നിറവും അന്യഭാഷയൊക്കെ കിട്ടി. ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. അതും കിട്ടിക്കൊണ്ട് പോയി. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആരെയും അനുസരിക്കാൻ ഒട്ടും താല്പര്യമില്ല. സ്തോത്ര. പിന്നെയും അഭിഷേകം അങ്ങനെ തന്നെ തുടരുമെന്ന് ചിന്തിക്കരുത്. ഇത് ഹല്ലേലൂയ തിരിച്ചറിഞ്ഞോളണം. ആമേൻ. പരിശുദ്ധാത്മാവ് വർദ്ധിക്കണം. അനുസരിക്കേണ്ടവരെ അനുസരിക്കണം. ആമേൻ. അപ്പൊ തിരിച്ചറിയാനാ ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? നിനക്ക് നിന്നിലെ ആത്മാവെന്ന് ഉറപ്പിക്കാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു ഈ സമയം. രണ്ടാമത്തെ കാര്യം, നീ അനുസരിക്കുന്ന കുഞ്ഞെങ്കിൽ ഉറപ്പാണ് പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്ത്. ഹല്ലേലൂയ. ദാസ്യത്തിന്റെ ആത്മാവിനെയും കൊണ്ട് നടക്കരുത്. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവെന്ന് എഴുതിയിരിക്കുന്നത് അതാ സങ്കടം. ഇതിനെ കാണാൻ പറ്റത്തില്ല. പ്രവൃത്തികളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ പ്രവൃത്തികളുണ്ട്. ആത്മാവിന്റെ ബൈബിൾ പഠിക്കണം. ദുരാത്മാവിന്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം. അങ്ങ് വിട്ടുപോകുക. സ്തോത്രം. ആമേൻ. വ്യാപരിക്കുന്ന ആമേൻ പരിശുദ്ധ ആത്മാവ് ആമേൻ അത് ഹല്ലേലൂയ എന്ത് നമ്മിൽ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്കറിയാം നമ്മിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടോ. വ്യാപരിക്കുന്നെങ്കിൽ അതേത്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ, അനുസരണത്തിലേക്ക് നടത്തുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഗൗരവത്തോടെ എടുക്കുകയും ആ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ആമേൻ സ്തോത്രം പ്രാപിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാമേ. ഒരു മാനസാന്തരം, ഒരു മടങ്ങിവരവ്, ഒരു ക്രമീകരണം, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ തിരുവഴുത്തിൽ കൂടെയുള്ള ആ നിലയിലെ ശുദ്ധീകരണങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഇനി അടുത്തൊരു ലെവലൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഇനിയൊരു വാഗ്ദത്തം എത്തിപ്പിടിക്കാന്നൊന്നും ചിന്തിക്കരുത്. ഇവിടെ ഈ വാഗ്ദത്തത്തിന്റെ സമയത്ത് ആത്മാവ് ഗൗരവത്തോടെ പറയുന്ന കാര്യത്തെ ഒരംശം പോലും മാറ്റാതെ അനുസരിച്ച് മുട്ടുമടക്കിയാൽ ഈ വാഗ്ദത്ത കാലത്ത് ദൈവം പകരുമെന്ന് പറഞ്ഞ സകലതും എൻ്റെ മേലും നിങ്ങളുടെ മേലും ദൈവസഭയുടെ മേലും ദൈവം പകരും. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. മാനസാന്തരം വരട്ടെ. ഉറക്കം വരുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചത്തെ സന്തോഷം ഉണ്ടോ? ഇല്ലാതെ ഞാൻ നിങ്ങളെ കൂടെ നോക്കും. നമ്മളെ അണ്ണന്മാരൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്? എനിക്കറിയത്തില്ല. ഇങ്ങനെ പാസ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു രക്ഷയില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുകയാണോ? സ്തോത്രം. ആമേൻ. ബാക്കിലുള്ളവരോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ പകുതി പ്രതീക്ഷയെ നിങ്ങളിൽ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് പിള്ളേരോട് കൂടുതലും പറയുന്നത്. കാരണം ഈ 4 വർഷം കൊണ്ട് ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞിട്ടും വലിയ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. സ്തോത്രം. ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലയോ? എന്നെ പാവങ്ങളാ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ അകത്ത് വേണം. നമ്മൾ തിരിച്ചറിയണം. നിനക്ക് ഉറക്കം വരുന്ന ഇപ്പൊ മോൻ കഴിയിട്ടോടാ. അയ്യോ, ഞാൻ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആ പരിശുദ്ധാത്മാവാണോ നമ്മൾ ഈ വെളിയിൽ കാണിക്കുന്നത്, പ്രദർശിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവാണോ? ആത്മശക്തിയാണോ? സ്തോത്രം. അത് നമ്മൾ ഹല്ലേലൂയ ചിന്തിക്കണം. ആമേൻ. ഹല്ലേലൂയ. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, മറ്റൊരാത്മാവ്. അനുസരണത്തിലേക്ക് നടത്തണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 13 വരെ. പെട്ടെന്ന് സമയമില്ലല്ലോ. സ്തോത്രം. അത് നമുക്ക് അറിയാന്നുള്ള വാക്യെങ്കിലും വായിച്ചു കൊടുത്തേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. മതി. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഈ ചിന്തയ്ക്കകത്ത് നിങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കണം. നമ്മോട് പറയുക, നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് സർവായുധ വർഗം ധരിക്കണം. എന്തിനാ ഒടുവിൽ കർത്താവിൽ എന്ന് എഴുതിയിരിക്കുന്നത്? ഒടുവിൽ. അതിന്റെ മുമ്പ് കുറെ സംഭവങ്ങളുണ്ട്, പലരും വിശദീകരിച്ചിട്ടുണ്ട്. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ നമുക്ക് വേണ്ട. എന്നതാ ഒടുവിൽ എന്ന് പറഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 5-ാമത്തെ അധ്യായം, 1-ാമത്തെ അധ്യായം തൊട്ട് വായിച്ചാലേ ഒടുവിൽ കൃത്യമായിട്ട് മനസ്സിലാവും. 5-ാമത്തെ അധ്യായത്തിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 1-ാമത്തെ വാക്യം, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനെ വഴിപാടും യാഗവുമായി സമർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. അടുത്ത ദുർനടപ്പ് യാതൊരു അശുദ്ധിയും വരരുതെന്നുള്ള കാര്യങ്ങളാണ്. പോട്ടെ, അത് വിശദീകരിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ 5:22 വരാം. വേഗം ചാടി 22 വരാം. എന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക്
കീഴടങ്ങുവൻ. സ്തോത്രം. ഞാനതും അങ്ങ് വിശദീകരിക്കുന്നില്ല, ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതിയല്ലോ. സ്തോത്രം. അനുസരണക്കേടിൻ്റെ മക്കള്. അപ്പം അല്ലെങ്കിൽ ഈ പാസ്റ്റർ എപ്പോഴും വന്ന് സ്ത്രീകളെയാണ് പറയുന്നത്. അവിടെ അങ്ങ് എഴുതി വെച്ച കാര്യം ഞാൻ വായിച്ചതാണ്, ഞാൻ പറഞ്ഞത്. ഇനി 6:1 വന്ന് മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാര് കർത്താവില് അനുസരിക്കുക. ഇനി അപ്പൻ എന്നാന്ന് പറഞ്ഞാലും അനുസരിച്ചേ പറ്റൂ. അമ്മ ഇനി എന്നാ സാധനം എന്ന് പറഞ്ഞാലും അനുസരിച്ചേ പറ്റൂ. അനുസരിക്കാതെയാണ് പോകുന്നതെങ്കിൽ അവിടെ വ്യാപരിക്കുന്ന സാധനം വേറെയാ. സ്തോത്രം. ഇനി ഭാര്യമാരോട് ഞാൻ പറയുന്നില്ല, തല്ലി ഇനി. ആമേൻ. പക്ഷെ അനുസരിക്കാൻ പറഞ്ഞത് എന്നാന്ന് തിരിച്ചറിയാം. നമ്മൾ ദൈവത്തെ നോക്കിയാ പോരെ ദൈവദാസനെ. സ്തോത്രം. മതി പിടികിട്ടുന്ന എന്റെ വിശ്വാസം. അത് കഴിഞ്ഞാൽ പിന്നെ യജമാനന്മാരെയും ദാസന്മാരെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ. സ്തോത്രം. കീഴടങ്ങുക എന്നത്, ദാസന്മാർ യജമാനന് കീഴടങ്ങണം, ദൈവദാസന്മാർക്ക് കീഴടങ്ങണം. സ്തോത്രം. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രം. ഞാൻ ഇന്നലെ പറഞ്ഞു, അത് ഞാൻ വരും, സമയമുണ്ട്, ഞാൻ വരും. സ്തോത്രം. ആമേൻ. നമ്മെ പരാജയപ്പെടുത്തുന്ന ആഭിചാരമൊന്നും അല്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ കൈയടിക്കുകയും പാടുകയൊക്കെ ചെയ്യുക, അനുസരണം ഇല്ലെങ്കിൽ സംഭവം മറ്റവും കൊണ്ടുപോയി. അപ്പം കിട്ടിയ അഭിഷേകം സൂക്ഷിക്കണം. എന്തിനാ നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നേ? സ്തോത്രം. ആമേൻ. പോട്ടെ, ഞാൻ നിങ്ങളെ നോക്കാതെ ചില കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് കർത്തൃമേശ തന്ന് ആശീർവാദം പറയാം. അനുസരണക്കേട് നമ്മൾ വരരുത്, ആത്മസാന്നിധ്യം നഷ്ടപ്പെടും. അതിനേക്കാൾ ഗൗരവം ഇച്ചിരി കഴിയുമ്പോൾ മറ്റൊരുത്തം കയറും. അത് ഇന്നീ കാണുന്ന സകല പ്രശ്നം നമ്മൾ ഈ പറയുന്നില്ല, ഒരുപാട് സംഭവങ്ങൾ ആൾക്കാർക്ക് അറിയത്തില്ല ഇത് എന്നാന്നറിയത്തില്ല. വചനപ്രകാരം വചനത്തിന് വിപരീതമായിട്ടാണ് പോകുന്നതെങ്കിൽ ആമേൻ. സ്തോത്രം. നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. സ്തോത്രം. 2 കെട്ടിയവനും ശുശ്രൂഷിക്കും, എന്തെല്ലാം ഭയങ്കര അഭിഷേകമാണ്. അപ്പൊ ആ ദിവസം കൈവച്ചപ്പോ എന്നാ ഒരു സാന്നിധ്യമായിരുന്നു. പുള്ളി പറഞ്ഞ ദൂതോ മനുഷ്യനറിയത്തില്ല, അവരതും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു പോവുക. ഈ വചനം അനുസരിക്കാതെ നിൽക്കുന്നവന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ശക്തി ഇനി എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കിയാലും അത് പരിശുദ്ധാത്മാവല്ല. ആമേൻ. മുമ്പൊരു സഹോദരി ഇവിടെ പറയുമായിരുന്നു, ബിനിൽ പാസ്റ്റർ ആരാ ഓർമ്മയുണ്ടോ? ഇത് തനി പിശാചാ. അത് അങ്ങനെ അനുസരിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ എന്നെ അനുസരിക്കണം. ഞാനൊരു പാവം പിടിച്ച അപ്പൻ, ഒരു പാവം പിടിച്ച അമ്മയ്ക്ക് ജനിച്ചു. കാണാൻ വലിയ ചെവൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ ഇച്ചിരി തിന്ന് ചതയൊക്കെ വെച്ചപ്പോൾ എനിക്കൊരു അഹങ്കാരം ഉണ്ടെന്നല്ലാതെ, സത്യമായിട്ട് പറയാം, പണ്ടത്തെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ അപ്പോൾ ബോധം കെട്ടു വീഴും. അങ്ങനെ വല്ലാത്തൊരു കോലം എൻ്റെ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത്. ഞാൻ അതൊക്കെ എടുത്ത് കീറിക്കളയും. ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കെ, എവിടെ കണ്ടാലും ഞാൻ പൊക്കും. യവന്മാരുടെ അടുത്ത് ഒളിച്ചു ചോദിച്ചു. അത്ര അത് കണ്ടാൽ ഞാൻ അപ്പം എന്നെ ശപിക്കും. അങ്ങനത്തെ കോലമായിരുന്നു. ശ്രോത്ര. അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് പരിശുദ്ധാത്മാവ്. അത് ആത്മശക്തി എന്ന് പറയുന്നേ. ശ്രോത്ര. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. പക്ഷെ എൻ്റെ അകത്ത് തമ്പുരാനിട്ട ഒരു അഭിഷേകമുണ്ട്. മനസ്സിലാവുന്നോ? ഈ മൈക്കും പിടിച്ച് നിൽക്കുന്നത് ഇവിടെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് മേടിച്ച സാധനം വെച്ചിട്ടല്ല, എൻ്റെ അപ്പനും അമ്മയും തന്നതിലല്ല ഞാൻ നിൽക്കുന്നത്. ഈ വചന വെളിപ്പാടുകൾ പറയുന്നത് നിങ്ങൾ ഗ്രഹിച്ചോളണം. അപ്പൊ അവര് പറഞ്ഞത് എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അതിപ്പോ കീഴടങ്ങണ എന്നാത്തിനാ? അത് തനി പിശാച. ആ കീഴടങ്ങാത്തവന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനെ വിവേചിച്ചോളണം. അതിന് എന്നാ കിടിലം ഉപദേശം പറഞ്ഞാൽ, ഇനി എന്നെ ആരാധിച്ചാൽ, എന്നെ അന്യഭാഷ പറഞ്ഞാലും ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചുമക്കാൻ പറ്റത്തില്ല. ബഹുമാനിക്കേണ്ടവന് ബഹുമാനം കൊടുക്കണം. അധ്യാപകരെ ബഹുമാനിക്കാതെ അഭിഷേകം ചുമക്കാൻ പറ്റത്തില്ല. എവിടെയാ ക്രിസ്തീയ ജീവിതത്തിന്റെ വെല്ലുവിളി? ഇതൊന്നും വേണ്ട. നമുക്ക് കൈയടിച്ചു പാടി ഇന്നിന്റെ നന്മകളുമായിട്ട് ഇവിടെ ജീവിച്ചാൽ മതിയെങ്കിൽ ഇത് പ്രശ്നമല്ല. പക്ഷേ ആരാധിച്ച് നിത്യതയിലെത്തണം, അഭിഷേകത്തെ ചുമക്കണം, പരിശുദ്ധാത്മാവിൽ എനിക്ക് കർത്താവിനെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഹല്ലേലൂയ ഏറ്റെടുത്തേ പറ്റൂ. എന്നാക്സ് നീ വിഷാദിച്ചിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോ അനുസരിക്കാത്തവരൊക്കെ അനുസരിച്ചാൽ അഭിഷേകം വർദ്ധിക്കും. ഈ വാഗ്ദത്ത സമയത്ത് അഭിഷേകം വർദ്ധിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ. ഇനി കുറച്ചു പേർക്ക് ഇനിയും അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ അവരോട് പറയുന്നത്, നീ അങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. അങ്ങനെ തന്നെ നിൽക്കണം. രക്ഷിക്കപ്പെടരുത്, സ്നാനപ്പെടരുത്, കൽപ്പനകൾ അനുസരിക്കരുത്, ഉപദേശത്തെ. ഇന്നലെ ഞാൻ പറഞ്ഞു, ദൈവം നമ്മളെ വിട്ട് മാറാതിരിക്കാനും ദൈവം നമ്മെ ശൂന്യമാക്കാതിരിക്കാനും ഉപദേശം കൈക്കൊള്ളണം. അല്ലേ? ഇരമ്യാ പ്രവചനത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതുകൊണ്ട് ഹല്ലേലൂയ, ഇതൊക്കെ ഗൗരവമുള്ള വിഷയം കേട്ടോ. തമാശ പോലെ നമ്മൾ ചിരിക്കുന്നെങ്കിലും ഭയങ്കര ഗൗരവമാണിത്. ഭയങ്കര. ഞാൻ അതിനകത്തുനിന്നുകൊണ്ട് ഒരു നല്ല കാര്യം പറയാം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ സന്ദേശം കേൾക്കുക നിങ്ങൾ തിരിച്ചറിയണം. നീ ജനിച്ചത് ഇന്ന്, നിന്റെ അവസ്ഥ, നിന്റെ ശൂന്യത, നിന്റെ ജീവിതത്തിന്റെ ഏത് താളം തെറ്റിയ അന്തരീക്ഷമാണെങ്കിലും ഈ സന്ദേശം നീ ഏറ്റെടുത്താൽ അവിടെ നിന്ന് നിന്നെ ഈ പരിശുദ്ധാത്മാവിനെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റും.
നിന്നെ ഉപയോഗിക്കാൻ പറ്റും, നിന്നെ മാനിക്കാൻ പറ്റും. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കരുത്, ഈ തിരുവഴുത്തിലെ ഒരു നന്മകളും ഒരു അനുഗ്രഹങ്ങളും പ്രാപിക്കരുതെന്നുള്ളത് കൊണ്ടാണ് പിശാച് നമ്മൾ ഇങ്ങനെ തകർക്കുന്നത്. ഒരൊറ്റ അനുസരണക്കേട് മതി എല്ലാം തീരാൻ. അപ്പൊ ആര് ജയിച്ചു? പിശാച് ജയിച്ചു. സ്തോത്രം. സഭയിൽ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. സഭയ്ക്കകത്ത് അറിയാൻ പറ്റില്ല. ഈ ഹല്ലേലൂയ ദാസ്യത്തിന്റെ ആത്മാവിനെ അടിമപ്പെട്ട് നമ്മളിവിടെ കയ്യൊക്കെ അടിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ പൊതുസമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ ആര് ജയിച്ചു? പിശാച് ജയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9 ഇന്നലെ നമ്മൾ ചിന്തിച്ചതായി. ഇതുമായിട്ട് ബന്ധമില്ല, ഒന്ന് തിരികെ കയറ്റിയിട്ട് ഇന്നലെ വരാത്ത കുറേ ചേച്ചിമാരും അണ്ണന്മാരും ഉണ്ടല്ലോ. സ്തോത്രം. അവരും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ട് ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9 മുതൽ 12 വരെ. ഇന്നലെ കേട്ടവർ മാത്രം കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഇത്രയും പേര് ഇന്നലെ വന്ന് കേട്ടോ? ഭയങ്കര സംഭവമാണല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒന്ന് വായിച്ചേ 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 9 മുതൽ 12 വരെ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. മതി. ഇന്നലെ നമ്മൾ അനുഗ്രഹത്തെ കുറിച്ചാ ചിന്ത. എന്തിനാ നമ്മൾ വിളിച്ചത്? ഞാൻ പറഞ്ഞില്ല, ഈ വിഷയമായിട്ട് ബന്ധമില്ല, എങ്കിലും ആഡ് ചെയ്യാം, പറഞ്ഞേ പറ്റൂ. എൻ്റെ ഒരു വെപ്രാള. നമ്മൾ എന്തിനാ വിളിച്ചത്? അനുഗ്രഹം അനുഭവിക്കുക. എന്തിനാ നമ്മളെ വിളിച്ചത്? ദൈവം അനുഗ്രഹം. എന്നെ വിളിച്ചിട്ടില്ലല്ലോ. നീ ഇപ്പോഴും അങ്ങനെയല്ലേ ഇരിക്കുന്നത്? എന്നെ വിളിച്ചില്ലല്ലോ. വിളിക്കും, താമസിക്കാതെ വിളിക്കും. ഇനി ആര് വിളി കേട്ടില്ലെങ്കിലും ഒടുക്കത്തെ ഒരു വിളി കേൾക്കും. അതെങ്കിലും കേൾക്കുമല്ലോ. ഇരുന്നോ. സ്തോത്രം. കർത്താവ് നമ്മ എന്തിനാ വിളിച്ച? ആരോണെ? അനുഗ്രഹം അനുഭവിക്കാൻ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം? ഒന്ന് ഞാൻ പറഞ്ഞു, വിശദീകരിക്കാൻ സമയമില്ല. ഒന്ന്, അനുഗ്രഹിക്കുന്നവർ ആയിരിക്കും. അപ്പൊ വളരെ സന്തോഷം. കർത്തൃമേഷമ സഹോദരി, ദൈവം നിന്നെ, സഹോദര ദൈവം നിന്നെ. വളരെ എളുപ്പമുള്ള ഇതാ ഇന്നത്തെ ക്രിസ്തീയ ജീവിതം. അഭിനയിച്ചുകൊണ്ട് പോവുക. പക്ഷെ അവിടെ പറയുന്നു എന്നതാ അനുഗ്രഹിക്കുന്നതെന്ന്. നമ്മൾ ഈ ഉടായിപ്പാണ്. എനിക്ക് അവരോട് വേറെ പ്രശ്നമൊന്നുമില്ല, കർത്താവ് അവർ ആശീർവദിക്കട്ടെ. മുള്ളിനകത്തിരിക്കുന്ന മുള്ള് നമുക്കേ അറിയാവൂ. സ്തോത്രം. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ ദോഷത്തിന് ദോഷം ശകാരത്തിന് ശകാരം ചെയ്യാതെ. അപ്പൊ നീ അനുഗ്രഹിക്കപ്പെടാനാ വിളിച്ചത്. ഗ്യാരണ്ടിയാ നിന്റെ അനുഗ്രഹം. അത് നിന്റെ കയ്യിൽ വരണമെങ്കിൽ നീ ദോഷത്തിന് ദോഷം ചെയ്യരുത്, ശകാരത്തിന് ശകാരം ചെയ്യരുത്. ആ വീട്ടിലെ ഒരാഴ്ച ഭാര്യ ചിന്തിക്കണം, ഭർത്താവ് ചിന്തിക്കണം, കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട് എങ്ങനെ. ആദ്യം വീട്ടിലല്ലേ വേണ്ടേ? മക്കൾ ചിന്തിക്കണം ഈ പറഞ്ഞതൊക്കെ, അനുസരണത്തെ കുറിച്ച് ഈ പറഞ്ഞതൊക്കെ. എന്നിട്ട് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവര് ആയിരിക്കും. എന്നിട്ട് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ വളരെ 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 സന്തോഷത്തോടെ എടുക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. 10-ാം വാക്യം. ആ വാക്ക് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ. ജീവനെ ആഗ്രഹിക്കുന്ന, ശുഭകാലം കാണാൻ ഇച്ഛിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും വേണ്ടത് ശുഭകാലം. പാസ്റ്ററെ അവസ്ഥ മാറണം. ഒരു നല്ല കാലം എനിക്ക് എന്ന് വരും? എന്നൊരു നല്ല കാലം വരും പാസ്റ്ററെ? പറ. സ്നാനപ്പെട്ടിട്ട് ഇത്ര ആയില്ലേ? അതാ ഇവിടെ പറയുന്നത്. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ആരാ ദുഷ്പ്രവർത്തിക്കാരൻ? അത് നമ്മൾ പുറത്തുള്ള വെള്ളാടിക്കാരനെ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അയ്യോ, ശുഭകാലം ആഗ്രഹിക്കുന്നവൻ, ശുഭകാലം കൊതിക്കുന്ന ബിനിൽ പാസ്റ്റർ, അങ്ങനെ പറയാം. സ്തോത്ര. ജീവനെ ആഗ്രഹിക്കുന്ന, സമൃദ്ധിയായ ജീവൻ ആഗ്രഹിക്കുന്ന ബിനിൽ പാസ്റ്റർ. സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, കൊതിക്കുന്നെങ്കിൽ ദോഷം ചെയ്യാതെ തന്റെ നാവിനെ, വ്യാജം പറയാതെ അധരത്തെ അടക്കണം. അതിന്റെ മുമ്പേ പറഞ്ഞു എന്നതാ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഈ ഒറ്റ വാക്യം എടുത്തുകൊണ്ട് നമ്മൾ തകർത്ത് പിടിച്ച് പ്രസംഗിക്കും. നമ്മളെ അനുഗ്രഹം കാണാനല്ല വിളിച്ചത്, കേൾക്കാനല്ല വിളിച്ചത്, അനുഭവിപ്പാനാണ്. പക്ഷേ 10 വയസ്സിന് അനുഗ്രഹം കിട്ടുന്നില്ല. സഭയ്ക്കകത്തൊന്ന് 3-4 പ്രാവശ്യമൊക്കെ ഇവിടെ കറങ്ങിയിട്ട് വിട്ടുപോണവരുണ്ട്. നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. അവസാനം കടിച്ചു പിടിച്ച് സ്നാനപ്പെട്ടു നോക്കി, എന്നിട്ടും കിട്ടിയില്ല. ആമേൻ. സ്തോത്രം. പിന്തിരിഞ്ഞു പോകുന്നവരുണ്ട്. നീ അനുഗ്രഹം, നിന്നെ ദൈവം വിളിച്ചത് 100% നീ അനുഗ്രഹിക്കപ്പെടാനാ ദൈവം വിളിച്ചേ. ദൈവം നിന്നെ വിളിച്ചിട്ടൊന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ അനുഗ്രഹമാകാനാ വിളിച്ചേ. പക്ഷെ നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, നിനക്ക് അനുഗ്രഹം വേണം, ദൈവം എന്നെയും എൻ്റെ തലമുറയും മാനിക്കണം, എനിക്ക് നല്ല കാലം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ആമേൻ. സ്തോത്ര. ശുഭകാലം ആഗ്രഹിക്കുന്നെങ്കിൽ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ നീ അടക്കണം. അതൊക്കെ ഞാൻ വിശദീകരിച്ചു. വ്യാജം പറയരുത്. സ്തോത്ര. അത് പറഞ്ഞാൽ നീ നിന്റെ അനുഗ്രഹത്തെ വെട്ടിക്കളയുക. സ്തോത്രം. നീ നിന്റെ അനുഗ്രഹത്തെ, ആമേൻ, ഹല്ലേലൂയ, വെട്ടിക്കളയുക. പിന്നെ ഹല്ലേലൂയ കർത്താവ് വചനം ഞാൻ വായിച്ചു, അത് നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്ക്. സ്തോത്രം. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അനുഗ്രഹത്തെ തുരങ്കം ചെയ്യുന്നത് ആ വിചാരകനല്ല. നീ വിചാരിച്ചതുപോലെ ആ പോരാട്ടം ഒന്നും നിന്നെ തകർത്തിട്ടില്ല. ആ മന്ത്രവാദിയുടെ മന്ത്രവാദം ഒന്നും നിനക്ക് ഏറ്റിട്ടില്ല. കാരണം നീ ദൈവ പൈതല. അതൊന്നുമല്ല അനുഗ്രഹത്തെ തടുത്തുകൊണ്ട് നിൽക്കുന്നേ.
അത് പറയുമ്പോൾ നമുക്ക് എളുപ്പം. പ്രസംഗിക്കുന്ന എനിക്ക് സ്വതന്ത്ര കാഴ്ച കിട്ടും, നിങ്ങൾക്കൊരു ആശ്വാസവും കിട്ടും. പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ അഴിക്കാൻ പോകും. അതില്ലെന്നല്ല കേട്ടോ, നമ്മളിവിടെ എത്രയോ ഫാസ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നതാ, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമുക്കൊരു ആശ്വാസം കിട്ടും അത്. പക്ഷെ തിരിച്ചറിഞ്ഞു അതിനേക്കാൾ പവർ ഉണ്ട് ഞാൻ എൻ്റെ നാവ് കൊണ്ട് ചെയ്യുന്ന ഒരു കൊച്ചു ദോഷത്തിന്. നിന്റെ അനുഗ്രഹത്തെ മൊത്തം നീക്കിക്കളയും. ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം. ആരടി എന്ന് ചോദിച്ചോ, നീ ആരടി? പിന്നെ രണ്ടെണ്ണം അങ്ങോട്ട് പല്ലും കടിച്ച് പറഞ്ഞ് ഒരു ശ്വാസമൊക്കെ വിട്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ജയം കിട്ടിയതുപോലെ. പക്ഷെ എത്ര നന്മ പോയെന്നറിയാവോ? അതുകൊണ്ട് ഇതൊക്കെ ദൈവവചനമാണ്. വിനിൽ പാസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതല്ല, ദൈവവചനമാണ്. കണിശമായിട്ടും ജീവിതത്തെ ഡിസിപ്ലിൻ ചെയ്യുക, കണിശമായിട്ട് നാവിനെ മെരുക്കുക. നാവിനെ മെരുക്കാൻ പറ്റത്തില്ല, പക്ഷെ മെരുക്കണം. സഹോദരൻ, കടിച്ചു പിടിക്കണം. ചിലർ പറയില്ല, അവൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലേ. എപ്പോഴാണ് പറയാൻ? അവൻ പിടിച്ചടക്കി നോക്കി. അനുഗ്രഹമാണ്. സ്തോത്രം. അപ്പൊ അനുസരണ ഇല്ലാതായാൽ നമുക്ക് നഷ്ടമാ കേട്ടോ. സ്തോത്രം. അതുപോലെ നമ്മൾ സ്വയമായിട്ട് അങ്ങ് ഹല്ലേലൂയ പിശാചിന് അടിമപ്പെട്ട് കൊടുത്താൽ, സ്തോത്ര, ദാസ്യത്തിന്റെ ആത്മാവിനെ താലോലിച്ച് ജീവിക്കരുത്. അത് തെറ്റാ. ഇനിയിപ്പോ ഹല്ലേലൂയ കുറെ സഹതാപമൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഞാനങ്ങ് ഭയങ്കര റിജക്റ്റഡ് ആണ്, എന്നെ അംഗീകരിക്കാൻ ആരുമില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ തന്നെ അപ്പി എന്ന് പറഞ്ഞൊരു തടവൊക്കെ തരും. അവൻ തടവിട്ട് അവൻ്റെ വീട്ടിൽ പോകും. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. നീ തിരിച്ചറിഞ്ഞോളാം. ആരെന്നെ റിജക്റ്റ് ചെയ്താലും ആരെന്നെ തള്ളിയാലും, അമ്മമാരോട് പറയാം, വേദനിച്ച് പ്രസവിച്ച മക്കൾ തള്ളി എന്ന് പറഞ്ഞാലും, മക്കളോട് പറയാം, നൊന്ത് പ്രസവിച്ച അമ്മ മറന്നാലും. ഇതിനെ നിങ്ങൾ ചിരിക്കുന്നേ? അതിനൊന്നും തകർക്കാൻ പറ്റുന്നവരല്ല നമ്മൾ. അതൊക്കെ ഈ ലോകത്തിൽ വരും. സ്തോത്രം. അതിനൊന്നും തകർക്കാൻ പറ്റുന്നവരല്ല നമ്മൾ. നമ്മുടെ അകത്ത് പ്രാപിച്ച അഭിഷേകം കൊണ്ട് നട്ടല്ലോടജിക്കണം. കാരണം വരാൻ പോകുന്ന നിത്യത വലുതാ. സ്തോത്രം. അത് നഷ്ടപ്പെടരുത്. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ആർപ്പെട്ടൊന്ന് സ്തുതിച്ചേ. ഇനി ഹല്ലേലൂയ പരിശുദ്ധാത്മാവാണോ നമ്മിലെന്നറിയാം. ഒറ്റ വാക്യം കൂടെ കേട്ടോ, അത് അധികം പറ്റാകത്തില്ല. നമുക്കറിയാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23. പെട്ടെന്ന് വായിച്ചു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവുമില്ല. മതി. ആത്മാവിന്റെ ഫലം ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന്, ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രസംഗം, സത്യമായിട്ട് ഞാൻ ഒരുപാട് 2-3 ദിവസം കൊണ്ട് ദൈവാത്മാവ് ഇടപെടുന്ന വിഷയങ്ങളാണ്. കുറേ സമയങ്ങൾ എന്നിലെ കുറവുകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സ്തോത്രം. ഉള്ള കാര്യം പറയുന്നേ. ഇതിനകത്ത് ഞാൻ പറയട്ടെ, നമ്മൾ പരിശുദ്ധാത്മാവാണോ മക്കളെ? നമ്മിൽ പരിശുദ്ധാത്മാവാണോ? അതിനൊരു ഫലമുണ്ട്. ആ ആത്മാവിന് ഒരു ഫലമുണ്ട്. സ്തോത്രം. ബിനുബ്രദറൊക്കെ ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, താടിക്ക് കൈ കൊടുത്ത്. സ്തോത്രം. എന്നാ ഒരു ശ്രദ്ധയാ പുള്ളിക്ക്. ആമേൻ. സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലേ? സ്തോത്രം. ആത്മാവിന്റെ ഫലം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആത്മാവിന്റെ ഫലം എന്നതാ? സ്തോത്രം. എന്നതാ നമ്മൾ വായിച്ചു കേട്ടെ? ഒന്നാമത് പറഞ്ഞേ, കേട്ടില്ല. സ്നേഹം. എല്ലാരും പറഞ്ഞ സ്നേഹം ഉള്ളവരത്രയും പറഞ്ഞേ. ആത്മാവിന്റെ ഫലം നേരത്തെ വായിച്ച എല്ലാ വാക്യത്തെയും കൂടെ കണക്ട് ചെയ്താ ഇത് പറയുന്നേ. ആമേൻ. സ്തോത്രം. ഇനി ഒരു വാക്യം കൂടെ പറയൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ആത്മാവിന്റെ ഫലം സ്നേഹം. 2, അതുണ്ടോ? അതോ വിഷണ്ണ മനസ്സാണോ? ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ആത്മീക സന്തോഷമുണ്ടോ? അതുകൊണ്ട് എന്നെ ഉറ്റു നോക്കാം. പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നില്ലല്ലോ പാസ്റ്റർ. അത് ഏത്? അത് എന്നെ നോക്കുന്നില്ല. എനിക്ക് കിട്ടിയില്ല കേട്ടോ പാസ്റ്റർ. അത് തന്നില്ല പാസ്റ്റർ, തന്നില്ല. ഞാൻ ആഴ്ച ഇല്ലായിരുന്നു. അതല്ല ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരുടെ അകത്തുണ്ടോന്നാ ചോദിച്ചേ. സ്തോത്രം. സ്നേഹമുണ്ടോ? സന്തോഷമുണ്ടോ? പിന്നെ എന്നതാ? പാസ്റ്റർ എനിക്ക് ഒരു സമാധാനവും. ഇന്നും അത് പറഞ്ഞവരുണ്ട് കൃപയാൽ. സ്തോത്രം. ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്, അസമാധാനം വരത്തക്ക ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അഭിഷേകം പ്രാപിച്ചവന്റെ അകത്ത് മൂടിക്കിടക്കുന്ന ഒരു ദൈവിക സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഞാനൊക്കെ എന്നെ തീർന്നേനെ. സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? സമാധാനം ഉണ്ടാവണം. അപ്പൊ അല്ലെങ്കിൽ എവിടെയോ നമ്മൾ വേറൊരു ആത്മാവിനെ താലോലിക്കുക. ആമേൻ. സ്തോത്രം. ചിലർക്ക് ഇത് ഇടവിട്ട ചിലപ്പോഴൊക്കെ ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വേണ്ട, രണ്ടും കൂടെ വേണ്ട, ഒന്ന് മതി. ഇനി എന്നാ? ദീർഘക്ഷമ. കേട്ടില്ല, ആരും കേട്ടില്ല.
അല്ല, നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണെങ്കിൽ അത് ഞാൻ ഈ പറഞ്ഞ ഇന്നത്തെ കാര്യം നമ്മളെ അതിലോട്ട് നടത്തണം. പരിശുദ്ധാത്മാവ് ഇതിലോട്ട് നടത്തണം. ജീവിതകാലം രക്ഷിക്കപ്പെട്ടിട്ട് 10-15 വർഷമായിട്ട് ഇന്നും പൊട്ടിത്തെറിച്ചും ഒന്ന് പറഞ്ഞാൽ മറുത്ത് പറഞ്ഞ അല്പം പോലും ക്ഷമയില്ലാതിരിക്കുന്നെങ്കിൽ ഏത് ആത്മാവെന്നാ ചിന്തിക്കുന്നേ? സ്തോത്രം. കർത്തൃമേശ എടുക്കാൻ പോവാ, ദീർഘക്ഷമ അല്ലയോ? എന്നെ നോക്കുകയാണ് കുഞ്ഞൻ. ഞാൻ എങ്ങനെയാ അത് വിശദീകരിക്കേണ്ടേ? നിങ്ങളെ പരിശോധിക്കുക. ഇതെവിടെയാ ഇതൊക്കെ ഉടഞ്ഞു പോകുന്നത്? എവിടെയാ? നമ്മുടെ അല്ലാത്ത വിഷയങ്ങൾ വരുമ്പോഴാണ് ഇത് വെളിപ്പെടുന്നേ. മനസ്സിലാകുന്നോ? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഈ സാധനമൊക്കെ എല്ലാം മനുഷ്യനിലുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. അതും കൊണ്ട് ആശ്വസിച്ചിരിക്കരുത്. നല്ല അപ്പനും അമ്മയ്ക്കും ജനിച്ചാൽ ആ ഗുണങ്ങളെല്ലാം മക്കളിലുണ്ടാകും. ദൈവം അതല്ല പ്രതീക്ഷിക്കുന്നേ. തെറ്റിദ്ധരിക്കരുത് മക്കളെ. ഞാൻ സ്നേഹിക്കുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ അപ്പനിൽ ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നെ കാണും. അത് ഞാൻ പരിശുദ്ധാത്മാവെന്ന് പറയരുത്. എല്ലാ നിശബ്ദതയാ. പിന്നെ കുറച്ച് നല്ല കാലത്ത് വലിയ സന്തോഷം ആർപ്പിടക്കുക, അതല്ല പരിശുദ്ധാത്മാവ്. സന്തോഷകാലത്ത് എല്ലാവർക്കും ഇല്ലയോ? സ്തോത്രം. അപ്പൊ നല്ല വീട്ടിൽ ജനിച്ചാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അതല്ല പരിശുദ്ധാത്മാവ്. സ്നേഹം, അവൻ സ്നേഹിക്കുന്നത് അങ്ങനെയല്ല. നന്നായി സ്നേഹിക്കുന്ന ഒത്തിരി പേരില്ലേ? വിശ്വാസികളെക്കാളും മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒത്തിരി കമ്പാഷനുള്ള ഒത്തിരി പേരില്ലേ? ആമേൻ. സ്തോത്രം. അതല്ല വചനം പറയുന്നത്. സ്തോത്രം. ആമേൻ. ദീർഘക്ഷമ വിശദീകരിക്കണ്ടല്ലോ. കർത്താവേ എനിക്കതില്ല അപ്പാ, പറ പരിശുദ്ധാത്മാവേ എന്നെ അതാ ഞാൻ പറഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ പാദത്തിൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് എവിടെയാണ് നിനക്ക് കുറവ് അത് നീ ഉണരണം. ആമേൻ. ദീർഘക്ഷമ. സ്തോത്രം. ദീർഘക്ഷമ. ചായ കുടിച്ചുകൊണ്ടിരിക്കും, അപ്പോഴായിരിക്കും ഭാര്യ എന്തേലും പറഞ്ഞു ഒറ്റയേറി. ഈ കഴിഞ്ഞ ആഴ്ച കിട്ടിയ അഭിഷേകത്തിൻ്റെ അന്ന് കിട്ടിയ ഒരു സാധനമാണത്, ദീർഘക്ഷമ. സ്തോത്രം. മുമ്പ് ഇരിക്കുന്നതിന് ഒറ്റ ചവിട്ട്. ദീർഘക്ഷമയ്ക്കകത്ത് വരുന്ന സാധനം. ഇതൊക്കെ പെന്തക്കോസിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞ്. അതാ ഞാൻ പറഞ്ഞ കുറച്ച് അഹങ്കാരം അല്ലാതെ മറ്റൊന്നുമില്ല. പരിശുദ്ധാത്മാവാണെങ്കിൽ പണിയപ്പെട്ടേ പറ്റൂ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പണിയപ്പെട്ടേ പറ്റൂ. ഒരു നല്ല ഹല്ലേലൂയ ഒന്ന് പറയൂ. സ്തോത്രം. അത്രയെങ്കിലും പറഞ്ഞല്ലോ. സ്തോത്രം. പിന്നെ ദയ, പരോപകാരം. സ്തോത്രം. ആറത്തെ കൈക്ക് ഉപ്പ് തേക്കത്തില്ല. വിശ്വാസിയാ. എന്നെ എന്തോരം പേര് പറ്റിച്ചിട്ടുണ്ടെന്നറിയാം ഈ പരോപകാരത്തിന്റെ പേരിൽ. സ്തോത്രം. പോട്ടെ, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പരോപകാരം. പിന്നെ ഉള്ളത് വിശ്വസ്തത. അത് നമ്മിലൊന്ന് പ്രതീക്ഷിക്കുക വേണ്ട. സൗമ്യത, ആവോളം ഉള്ളൊരു സാധനം ഉറങ്ങിക്കിടക്കുമ്പോൾ. ഇന്ദ്രിയ ജയം. ഇതൊക്കെ വന്നാല് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായി പറഞ്ഞുകൊണ്ട് വന്നേ. അപ്പൊ ഇത് നമ്മളൊന്ന് ശോധന ചെയ്യുന്നത്. കർത്താവേ, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, ഞാൻ അന്യഭാഷ പറയുന്നു, പക്ഷെ ഇതിലെവിടെയൊക്കെ ഒരു തോൽവിയുണ്ട്, ഇതിലേതൊക്കെയോ ഒരു വിഷയത്തിൽ തോൽവിയുണ്ട്. എനിക്കൊരു ജയം വേണം. സ്തോത്രം. എനിക്കൊരു ജയം വേണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സ്വയത്തിൽ നിന്ന് വരുന്ന സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്വയത്തിൽ നിന്നാണോ സ്നേഹം വരുന്നത്? ആമേൻ. സ്തോത്രം. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? 1 കൊരിന്ത്യർ ലേഖനം 13 പോകണം. 1 കൊരിന്ത്യർ ലേഖനം 13 പോയാൽ നമുക്കറിയാം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന സ്നേഹം. ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല വീട്ടിൽ ജനിച്ചത് കൊണ്ടും നല്ല സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് സ്നേഹിക്കുകയാണോ, അതല്ല ദൈവസ്നേഹം പരിശുദ്ധാത്മാവിൽ നമ്മുടെ അകത്ത് പകർന്ന ദൈവസ്നേഹമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്നലത്തെ സന്ദേശം കഴിഞ്ഞ് ഒരാളെന്നെ വിളിച്ച്, 2 പേര് വിളിച്ചു. അതിൽ ഒരാൾ പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമായി, നന്നായിട്ട് സമർപ്പിക്കാൻ പറ്റി. ഇതിനകത്ത് ഇരിപ്പുണ്ട ആള് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കുറച്ച് പേരൊക്കെ കണ്ണുരുട്ടിയെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞല്ലോ സമർപ്പിക്കാൻ പറ്റിയെന്ന്. സ്തോത്രം. അയ്യോ, ഭയങ്കര ആത്മപ്രവൃത്തിയാണ്. സ്തോത്രം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ സന്തോഷം കേട്ടോ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നതാ 1 കൊരിന്ത്യർ ലേഖനം 1 തൊട്ട് വായിക്കുമ്പോൾ ഉള്ളത് അറിഞ്ഞുകൂടിയ? കല്യാണത്തിനൊക്കെ വായിച്ച് കേൾപ്പിക്കത്തില്ലയോ? താലികെട്ടൊക്കെ താലികെട്ട് നമുക്കില്ല. കഴിയുമ്പോൾ ഇത് വായിച്ച് കേൾപ്പിക്കാതെ വിടത്തില്ലല്ലോ. സ്തോത്രം. എന്നതാ ഒന്ന് വായിച്ചു കൊടുക്ക്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. ആമേൻ. സ്തോത്രം. ഞാൻ എന്നെ പറയാം, ഞാന് സ്നേഹമില്ലാതെ മനുഷ്യന്റെ ഭാഷ, ദൂതന്റെ ഭാഷ. നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടില്ലേ? ഇംഗ്ലീഷ്, തെലുങ്ക്, കന്നഡ, എത്ര ഭാഷ എനിക്കറിയാമെന്നറിയോ? ഒരുപാട് ഭാഷ അറിയാം, വലിയ ഗുണമൊന്നുമില്ല. അന്യഭാഷ അവസ്ഥ. എനിക്ക് അന്യഭാഷ, ഈ അന്യഭാഷ എന്ന് പറയുന്നത് അഭിഷേകം പ്രാപിക്കുമ്പോൾ കിട്ടണ സാധനം കേട്ടോ. അത് തുടക്കം. നമ്മളൊക്കെ അത് വലിയ സംഭവം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഹങ്കരിച്ചു. എനിക്ക് കിട്ടി, മക്കൾക്ക് കിട്ടിയ തുടക്കമാണ്. ഈ അന്യഭാഷ കിട്ടിയ തുടക്കം, ആത്മാവിന്റെ തുടക്കം. അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അതൊരു വാനക്കാര്യമായിട്ട് എന്തോ കിട്ടിയെന്ന് പറയുന്നത് നടക്കല്ലേ? അത് പരിശുദ്ധാത്മ വരുമ്പോൾ തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യം. അതിന്റെ ഒടുക്കമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ. അത് വരണം.
അന്യഭാഷ പറയാൻ വേറെ ഒന്നുമില്ല. അവർക്ക് വന്ന് കിട്ടിയ ഉടൻ അവർ പറഞ്ഞു അത് ഔദാര്യം പോലെ കിട്ടിയത്. ആ അകത്ത് വന്ന ആത്മശക്തി നമ്മെ നടത്തുന്ന മേഖലയാണ് ഞാൻ ഈ പറയുന്നത്. ആരോട് പറയാൻ സ്തോത്രം. ചിലരുടെയൊക്കെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട്. ഇടയ്ക്കൊരു ദൈവദാസൻ പറഞ്ഞു ഇങ്ങനെ, ഈ ആത്മാവിനെ കാണാൻ പറ്റുമോ ഒരു ഗുണമായിട്ട് തേനീച്ച വരും പോലെ വരുമെന്ന്. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ച് സന്ദേശം കേട്ടോണ്ടിരിക്കുന്ന ഓരോ കൺപീലിൽ ഓരോരുത്തന്മാർ തൂങ്ങുമെന്ന്. എനിക്ക് വന്ന കാന വച്ചാന്ന് തോന്നുന്നു പറഞ്ഞു സ്തോത്രം. ഓരോ കൺപീലിൽ ഓരോരുത്തന്മാരും എന്ന് തോന്നുന്നു. അപ്പൊ കേട്ടോണ്ടിരിക്കും, തുറന്നിരിക്കുന്ന കണ്ണ് തൂങ്ങിക്കിടക്കും. അവന്മാര് മാറും. ശ്വാസിച്ചില്ലെങ്കിൽ അത് വിട്ടുപോകത്തില്ല. അത് കിടന്ന് ഊഞ്ഞാലാട് നിന്റെ കൺപീലി കിടന്ന് സ്തോത്രം. ഈ നല്ല വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ശ്വാസിച്ചില്ലെങ്കിൽ സ്തോത്രം അത് ഊഞ്ഞാലാട് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ സത്യം പറഞ്ഞു. അതൊരു ഞാനല്ല പറഞ്ഞ കാനവച്ചൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവാസനല്ലേ അദ്ദേഹം സ്തോത്രം. അദ്ദേഹം പറഞ്ഞതാ. അത് എനിക്കും തോന്നിയിട്ടുണ്ട് ഇടയിൽ കറക്റ്റാണ്. കാരണം ഈ ഒരു രോഗം ഇതുപോലെ പ്രസംഗിക്കുമ്പോഴേ ഉള്ളൂ, അല്ലാതുള്ളപ്പോൾ ഒരു കുഴപ്പമില്ല സ്തോത്രം. അങ്ങ് 100 നിൽക്കും സ്തോത്രം. ഇന്നിപ്പോൾ കയ്യടിയുമ്പോഴൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ചക്ക് എന്നായിരുന്നു? ഓട്ടെ, എന്നതാ വായിച്ചു കൊടുക്കുക. അതിന്റെ അടുത്ത ഭാഗം കൂടെ ഒന്ന് വായിച്ചേ. എനിക്ക് പ്രവചനവരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഈ വായിച്ചോ, സമയമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നുണ്ടോ? സ്നേഹം നിഗളിക്കുന്നുണ്ടോ? ചീർക്കുന്നുണ്ടോ? അയോഗ്യമായി നടക്കുന്നുണ്ടോ? സ്വാർത്ഥം അന്വേഷിക്കുന്നുണ്ടോ? ദേഷ്യപ്പെടുന്നുണ്ടോ? ദോഷം കണക്കിടുന്നുണ്ടോ? അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. ഞാൻ പോലും തളർന്നു മതി. എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. അവക്കിതൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് പ്രസംഗിച്ചെന്തിനാ സ്തോത്രം. നമ്മൾ വായിച്ച് വളരുക സ്തോത്രം. ഇതാണ് യാഥാർത്ഥ്യം. ഒന്ന് തിരിച്ചറിയുക. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഏതാത്മാവിനെയും താലോലിക്കരുത്. നമ്മൾ കൊന്നൂരിൽ മുതൊക്കെ വായിച്ചിട്ട് ഒത്തിരി കാലമായി അല്ലേ? ഞാനും പ്രസംഗിച്ചിട്ട് ഒത്തിരി കാലമായി. വളരെ ഗൗരവത്തോടെ എടുത്ത് ഇങ്ങനെയാണോ സ്തോത്രം? എല്ലാം സഹിക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന. നിങ്ങൾ വായിച്ച ഒന്നാമത്തെ വാക്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ സ്തോത്രം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാൽ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അഭിഷേകം കിട്ടിയവനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. മുഴങ്ങുന്ന ചെമ്പ്, അത് ഞാൻ സമ്മതിക്കണം. അയ്യോ, ഞാൻ ഈ മുഴങ്ങുന്ന ചെമ്പാ ദൈവമേ, ചിലമ്പുന്ന കൈത്താൾ, അത്രേ ഉള്ളൂ ഞാൻ. കാരണം ഈ പറഞ്ഞ സാധനമൊന്നും എൻ്റെ അകത്തില്ല. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറയണം, കർത്താവ് ഇങ്ങനെ കുറച്ച് കാലം കൊണ്ട് മുഴക്കിക്കൊണ്ട് നടക്കുക. ഒരർത്ഥം വരുന്ന ജീവിതം വേണം. അത് ദൈവത്തോട് പറയണം. ദൈവ സഭയില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് അവസാനിപ്പിക്കുക. നിങ്ങൾ ഹല്ലേലൂയ ഗ്രഹിക്കണം, നന്നായിട്ട് ഗ്രഹിക്കണം. പ്രവചിച്ചിട്ടും കാര്യമില്ല, അന്യഭാഷ പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യമായിട്ട് വന്നവരോടൊക്കെ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് സ്തോത്രം. കാരണം എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം നമ്മൾ ഈ സഭ ഇങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾ ഗ്രഹിക്കണം. നമ്മൾ വായിച്ച കുറിവാക്കിയേണ്ടത് ഏതാത്മാവിനെയും വിശ്വസിക്കരുത്. ആത്മാക്കൾ ദൈവത്തിൽ നിന്നാണോ? പ്രാപിച്ച അഭിഷേകം ദൈവത്തിൽ നിന്നാണോ? കാണുന്നത് ദൈവത്തിൽ നിന്നാണോ? ബിനിൽ പാസ്റ്റിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൽ നിന്നാണോ? തിരിച്ചറിയണം. വഞ്ചിക്കപ്പെടാതിരിക്കാൻ തിരിച്ചറിയണം. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്നത് യഥാർത്ഥ അഭിഷേകമാണോ? ആമേൻ. ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനല്ല, അബ്ബാ പിതാവേ. ഇതൊക്കെ നമ്മൾ ഹല്ലേലൂയ പ്രാപിച്ച് ഈ നിലകളിൽ നമ്മൾ ഐശ്വര്യമായി കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കാനാണ് അവന്റെ ശരീരത്തെ തകർത്തത്. ക്രൂശ ഇതിനെല്ലാം അടിസ്ഥാനം. കാൽവരി ക്രൂശിലൂടെ കർത്താവ് ഇതെല്ലാം നേടിത്തന്നത്. ആ ക്രൂശും മരണത്തിൽ കൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹമാണ് അഭിഷേകം. ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഈ കണക്കിന് ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ ആമേൻ സ്തോത്രം. കർത്താവ് എല്ലാം സഹിക്കാൻ കൃപ ചാരണം, എല്ലാം ക്ഷമ, ദീർഘക്ഷമ എനിക്ക് ചാരണം. അങ്ങനെയൊക്കെ യഥാർത്ഥ ദൈവ സ്നേഹത്തിൽ ആമേൻ ഹല്ലേലൂയ ഒന്ന് ദൈവസനെ സമർപ്പിച്ചുകൊണ്ട് ഈ തിരുമേശയ്ക്ക് അടുത്ത് വന്ന വലിയ അനുഗ്രഹം. എല്ലാം സഹിച്ച്, എല്ലാം ക്ഷമിച്ച്, ആമേൻ സ്തോത്രം, ദീർഘക്ഷമയോടെ ജീവിച്ച് യഥാർത്ഥ കർത്താവിന്റെ വചനം വരെ ദൈവ സ്നേഹമാണ്. ആ ദൈവത്തെ നമ്മുടെ അകത്ത് ഹല്ലേലൂയ വെളിപ്പെടുത്തിക്കൊണ്ട് മുമ്പിലേക്ക് ജീവിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്?